നമ്മുടെ ക്ലാസ്സിൻ്റെ ദൈവാരാധനയെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള പഠനത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ സ്നേഹത്തോടു കൂടെ സ്വാഗതം. നമ്മളിങ്ങനെ അടുത്തടുത്ത കാലഘട്ടങ്ങളിൽ കണ്ടുമുട്ടും. ഞാൻ ഒരു ക്ലാസ് ചെയ്യുമ്പോൾ ഇനി കുറേ നാൾ കഴിഞ്ഞിട്ടേ ഉള്ളല്ലോ എന്നൊക്കെ, പക്ഷെ വളരെ പെട്ടെന്ന് അടുത്ത ക്ലാസ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഭൂമി ഇങ്ങനെ വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് സ്പീഡ് കൂടുതലുണ്ടെന്ന് തോന്നും. ഇങ്ങനെ വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഒരു ക്ലാസ് അങ്ങ് തീരുമ്പോൾ തന്നെ അടുത്ത ക്ലാസ് വരും. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് കുറച്ച് നാളായല്ലോ എന്നൊരു തോന്നൽ എനിക്കില്ല താൻ. നമ്മൾ ഈ ദിവസം പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയാണ്. ഞാൻ കുറേ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചിരുന്നതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പറയാൻ പറ്റിയത്. അത് സ്വർഗീയ ആരാധനയെക്കുറിച്ചായിരുന്നു. ഒരു ട്രൂ ടാബർനക്കൾ, അത് സ്വർഗത്തിലുള്ള യഥാർത്ഥ ടാബർനക്കൾ, അവിടുത്തെ അത് 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 ദൈവത്തിൻ്റെ യഥാർത്ഥ വാസസ്ഥലം, അവിടെ അർപ്പിക്കപ്പെടുന്ന ആരാധനയുടെ മുൻ അനുഭവം എന്നൊക്കെ നമ്മളിങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ആരാധന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ദൈവാരാധനയാണ് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ദൈവാരാധന നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ കേന്ദ്രഭാഗമാണ്. ഇങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാണ് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഒരു വാചകം ഈ 9ാമത്തെ പാരഗ്രാഫിൽ, ദൈവാരാധനയെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 9ാമത്തെ പാരഗ്രാഫിൽ ഒരു വളരെ ശ്രദ്ധേയമായ, ഇതെന്താണ് ഈ എഴുതിയിരിക്കുന്നത് എന്ന് തോന്നുന്നത് പോലത്തെ ഒരു വാചകമുണ്ട്. എന്താണെന്നറിയാതെ, വിശുദ്ധ ആരാധനാക്രമം സഭയുടെ പ്രവർത്തനങ്ങൾ മുഴുവനും ഉൾക്കൊള്ളുന്നില്ല. അങ്ങനെയാണത്. വിശുദ്ധ ആരാധനാക്രമം സഭയുടെ പ്രവർത്തനങ്ങൾ മുഴുവനും ഉൾക്കൊള്ളുന്നില്ല. ഇത് കേൾക്കും നമുക്ക് അതെന്താണ് അങ്ങനെ പറയുന്നത് എന്ന് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാകുമായിരിക്കും. ആ വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇങ്ങോട്ട് വളരെ ഗൗരവമുള്ള മറ്റൊരു വിഷയത്തെക്കുറിച്ച് പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. വിശുദ്ധ ആരാധനാക്രമം, അതായത് ദ സേക്രഡ് ലിറ്റർജി, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന, ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ അത്ഭുതം തോന്നാവുന്നതിൻ്റെ കാരണം, നമ്മൾ ഇത്രയും ദിവസങ്ങളെല്ലാം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് കേട്ടപ്പോൾ തോന്നിക്കാണും, ദൈവാരാധന ആരാധനാക്രമത്തെക്കാൾ വലുതായി മറ്റൊന്നും സഭയിലില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് നമ്മളിതെല്ലാം വായിച്ചതും പഠിച്ചതും ഞാൻ വിശദീകരിച്ചതും. അപ്പം അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലാണ് വിശുദ്ധ ആരാധനാക്രമം സഭയുടെ പ്രവർത്തനങ്ങൾ മുഴുവനും ഉൾക്കൊള്ളുന്നില്ല എന്ന് നമ്മൾ വായിച്ചു. എന്തായിരിക്കും പറയുന്നതിൻ്റെ അർത്ഥം? ആരാധനാക്രമത്തിന് പ്രാധാന്യമില്ലെന്നാണോ? അതിനി ഒരു ചെറിയൊരു സൈഡിലൊരു കുഞ്ഞു കാര്യമാണ്, വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നാണോ? അതോ സഭയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ സാമൂഹ്യ ജീവിതവും സഭയുടെ എന്താ പറയുന്നത്, ചാരിറ്റി ആക്ടിവിറ്റീസ്, അതുപോലെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങൾ ഒക്കെയാണ് അതിൻ്റെ കൂടെയുള്ള ഒരു കാര്യമാണ് ആരാധനാക്രമം എന്നാണോ എന്നാണ് നമുക്ക് തോന്നുന്നത്. തിരുസഭ ഉദ്ദേശിക്കുന്ന അതല്ല. ആരാധനാക്രമം, അതിനെക്കുറിച്ച് എൻ്റെ രണ്ട് വശവും പറഞ്ഞു വരുമ്പോഴാണ് മനസ്സിലാവും. ഞാനത് വായിക്കാം, അതായിരിക്കും കുറച്ച് നല്ലത്. വിശുദ്ധ ആരാധനാക്രമം സഭയുടെ മുഴുവൻ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. എന്നിട്ടോ, കാരണം മനുഷ്യൻ ആരാധനാക്രമത്തിലേക്ക് വരുന്നതിന് മുൻപ് വേറെ ചില കാര്യങ്ങൾ ആവശ്യമുണ്ട്. വിശ്വാസത്തിലേക്ക് വന്ന ശേഷമാണ് ആരാധനാക്രമം സഭയുടെ ഏറ്റവും പരമമായ പ്രവൃത്തിയായി മാറുന്നത്. അതിനു മുൻപ് എന്താണ്? വരുന്നതിന് മുൻപ് വിശ്വാസത്തിലേക്കും മാനസാന്തരത്തിലേക്കും വിളിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. എന്താ ഉദ്ദേശം എന്നറിയാമോ? സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ആരാധനാക്രമമാണ് ആണോ എന്ന് ചോദിക്കുമ്പോൾ, ആരാധനാക്രമത്തിന് ദൈവജനത്തെ സ്വരുക്കൂട്ടുക, വിളിച്ചു ചേർക്കുക എന്ന് പറയുന്നതും സഭയുടെ ദൗത്യം തന്നെയാണ്. തിരുസഭയുടെ ദൗത്യം ഒറ്റ വാക്കി പറഞ്ഞാൽ എന്താണെന്നറിയോ? പ്രേക്ഷിത ദൗത്യമാണ് ഉദ്ദേശിക്കുന്നത്. പ്രേക്ഷിത ദൗത്യത്തിന്റെ തുടർച്ചയാണ് ആരാധനാക്രമം. പ്രേക്ഷിത ദൗത്യത്തിന്റെ തുടർച്ചയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രേക്ഷിത ദൗത്യം ഇല്ല എങ്കിൽ ആരാധനാക്രമം ഇങ്ങനെ ഭൂമിയിൽ അർത്ഥശൂന്യമാകുന്നതിനേക്കാൾ സാധ്യമല്ലാണ്ടാകും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് തിരുസഭ പറയുന്നത്, ആരാധനാക്രമത്തിലേക്ക് വരുന്നതിന് മുൻപ്, അഥവാ ഇതിന്റെ ഉദ്ദേശം എന്നറിയാമോ? സഭ ഇങ്ങനെ വിശ്വാസം സ്വീകരിച്ച് വന്നവരെ ദൈവാരാധനയിൽ കൊണ്ടു നടക്കേണ്ട ഒരു സമൂഹം മാത്രമല്ല, ഒരു സംവിധാനം മാത്രമല്ല, പകരം അതിനു മുൻപ് ദൈവാരാധനയിലേക്ക് അവിടുത്തെ ജനത്തെ ക്ഷണിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവജനത്തെ ദൈവാരാധനയിലേക്ക് ക്ഷണിക്കാൻ, അഥവാ സഭയുടെ കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള കടമ അത് മുന്നിൽ നിൽക്കും. അങ്ങനെ കൂട്ടിക്കൊണ്ടുവരുന്നവർക്കാണല്ലോ അതിൻ്റെ പൂർണ്ണതയാകുന്ന ആരാധനാക്രമം ലഭ്യമാകുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആരാധനാക്രമം യാഥാർത്ഥ്യമാകണമെങ്കിൽ, അത് അനുഭവിക്കുന്ന ഒരു സഭയുണ്ടാകണമെങ്കിൽ,
സഭാഗാത്രത്തെ പടുത്തുയർത്തുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് അതും കൂടെ കൂടിച്ചേർന്നാലേ സഭയുടെ മുഴുവൻ പ്രവൃത്തികളാകുകയുള്ളൂ. ആരാധനാക്രമമാണ് വലിയ പ്രധാനപ്പെട്ട ദൗത്യം. അതിനെക്കുറിച്ച് നമ്മൾ ഇനി താഴ്ത്തു പറയും. അതിനു മുൻപ് അതിലേക്ക് വിളിച്ചു ചേർക്കുക എന്നുള്ള ദൗത്യം സഭയുടെ ഗൗരവമുള്ള ദൗത്യമാണ്. മനുഷ്യൻ ആരാധനാക്രമത്തിലേക്ക് വരുന്നതിന് മുൻപ് വിശ്വാസത്തിലേക്കും മാനസാന്തരത്തിലേക്കും വിളിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. എന്താണ് ഈ വിശ്വാസത്തിലേക്കും മാനസാന്തരത്തിലേക്കും വിളിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? മിഷൻ ദൗത്യമാണ് അതിനകത്ത് അർത്ഥമാക്കുന്നത്. മാനസാന്തരത്തിലേക്കുള്ള വിളി എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സ്നാപയോഹന്നാൻ തന്റെ ദൗത്യം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? മാനസാന്തരപ്പെടുവിൻ എന്നാണ്. അണലി സന്തതികളെ എന്നൊക്കെ വിളിച്ചിട്ട് മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈശോ തന്റെ ദൗത്യം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മാനസാന്തരത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടാണ് ഈശോ ആരംഭിക്കുന്നത്. ഇനി ആരംഭിക്കുക മാത്രമല്ല, ഈശോ തന്റെ പരസ്യജീവിതത്തിന്റെ അവസാനം, കുരിശുമരണത്തിന് ശേഷം, ഉത്ഥാനത്തിന് ശേഷം, സ്വർഗാരോഹണത്തിന്റെ സമയത്ത് സഭാഗാത്രത്തെ ചുമതലപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ, അനുദപിച്ച് മനസാന്തരപ്പെട്ട് മാമോദിസ സ്വീകരിക്കുന്നവർ രക്ഷ പ്രാപിക്കും എന്നാണ്. നിങ്ങൾ അവരെ മാനസാന്തരപ്പെടുത്തണം, അവരെ ശിക്ഷപ്പെടുത്തണം, അവരെ സമൂഹമാക്കണം എന്നാണ് ഈശോ നമ്മളോട് പറയുന്നത്. അപ്പസ്തോലന്മാരോട്, സ്ലീഹന്മാരോട്, അവരുടെ പിൻഗാമികളോട് പറയുന്ന കാര്യം അതാണ്. എന്ന് വെച്ചാൽ മിശിഹായുടെ സുവിശേഷത്തിന്റെ അന്തസത്ത അത് മാനസാന്തരത്തിന്റെ വിളിയാണ്. നമുക്കിത് കേൾക്കുമ്പോൾ പെട്ടെന്ന് തോന്നും, മാനസാന്തരം എന്ന് പറയുന്നത് ഒരു തെറ്റുപറ്റിയ ഒരാൾക്ക് ഉള്ള കാര്യമല്ലേ, അല്ലെ? മാനസാന്തരം എന്ന് പറഞ്ഞാൽ പാപിക്കുള്ളതല്ലേ മാനസാന്തരം? മാനസാന്തരപ്പെട്ട് കഴിഞ്ഞവർക്ക് വീണ്ടും വീണ്ടും എന്തിനാണ് മാനസാന്തരം? അങ്ങനെയൊക്കെ ഉണ്ടോ? ഇനി അല്ലെങ്കിൽ മാനസാന്തരപ്പെടുക എന്ന് എല്ലാവരോടും വീണ്ടും വീണ്ടും പറയുന്നതിനകത്ത് എന്താ കാര്യം? ഒരു പാപത്തിൽ നിൽക്കുന്ന ഒരാളെ വിളിച്ചിട്ട് നീ മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞാൽ ശരിയാണ്. ആദ്യത്തെ സുവിശേഷം ആരംഭിക്കുമ്പോഴൊക്കെ ശരിയാണ്. പക്ഷേ ഇതിന്റെ പുറകിലുള്ള ഒരു അടിസ്ഥാനപരമായ തിരുസഭയുടെ ബോധ്യം എന്താണെന്നറിയാമോ? എല്ലാ മനുഷ്യർക്കും നിരന്തരമായ ഒരു മാനസാന്തരം ആവശ്യമുണ്ട് എന്നാണ്. മനസ്സിന്റെ അന്തരം, മനസ്സിന്റെ മാറ്റം നിരന്തരമായി ആവശ്യമുണ്ട് എന്നാണ്. അത് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നവരാണെന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനപരമായ കാര്യം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. എല്ലാ സമയത്തും നമുക്ക് ചോയ്സുകളുണ്ട്. നമ്മൾ എപ്പോഴും സഞ്ചരിക്കുന്നത് ചോയ്സുകളിലൂടെയാണ്. ഇപ്പം ഈ ക്ലാസ് തുടങ്ങാൻ നേരത്ത് നിങ്ങൾ ഇതിന് കൂടണോ വേണ്ടയോ എന്ന് വേണം നിങ്ങൾക്ക് ഒരു ചോയ്സ് ഉണ്ട്. അതിനകത്ത് കൂടാൻ തീരുമാനിച്ചു. ഇനി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ശ്രദ്ധാപൂർവ്വം കൂടണോ അതോ അതിനിടയ്ക്ക് ഒന്ന് വീഡിയോ ഓഫ് ആക്കി വെച്ചിട്ട് അടുത്ത പണിക്ക് പോകണോ എന്നൊരു ചോയ്സ് ഉണ്ട്. ഇനി എന്നാൽ തുറന്നു വെച്ച് കൂടാന്ന് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും ഇത് ഇടയ്ക്ക് വെച്ച് നിർത്തണോ അതോ തുടരണോ എന്നുള്ള ചോയ്സ് ഉണ്ട്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എടുത്താൽ പോലും എവറി സെക്കൻഡ് നമ്മൾ ഈ ചോയ്സുകളിലൂടെയാണ് പോകുന്നത്. അപ്പോൾ പലപ്പോഴും എന്നല്ല മിക്കവാറുമൊക്കെ നമ്മൾ നമുക്കിഷ്ടമുള്ള ഈസിയർ ആയിട്ടുള്ള ഒരു ചോയ്സിലേക്ക് നമ്മൾ പോകാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാ സെക്കൻഡിലും അതിനുള്ള സാധ്യത കൂടുതലാണ്. പല സെക്കൻഡുകളിലും നമ്മൾ അങ്ങനത്തെ ഒരു ചോയ്സ് എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. ഒരു ചെറിയ കഷ്ടതയെ ഒഴിവാക്കാനോ, ഒരു നന്മ ഇച്ചിരി മാറ്റിവെക്കാനോ, ആത്മീയ കാര്യങ്ങൾ ഇച്ചിരി നേരത്തെ നിന്ന് പ്രൊലോങ് ചെയ്യാനോ അല്ലെ മാറ്റിവെക്കാനോ അതിന് പകരം കണ്ടെത്താനോ ഒക്കെയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാ സമയത്തും നമ്മുടെ മനസ്സിനെ നമ്മൾ തിരിച്ചു വെക്കേണ്ടതുണ്ട്, ദൈവോന്മുഖമായി തിരിച്ചു വെക്കാനുണ്ട്. ഇത് ഏതാണ്ട് ഇങ്ങനെ ഈ ചില സ്റ്റിയറിങ്ങിന്റെ ഒക്കെ ബാലൻസ് പോകുന്ന വണ്ടി കണ്ടിട്ടില്ലേ? ഇതിങ്ങനെ ഇച്ചിരി സൈഡിലോട്ടൊക്കെ പോകുന്ന വണ്ടികൾ കണ്ടിട്ടുണ്ട്. അപ്പം അതിനെ കൃത്യമായി പിടിച്ച് തിരിച്ചു വെക്കുക എന്ന് പറയുന്നതിനാണ് ഈ മാനസാന്തരം എന്ന് പറയുന്നത്. സത്യത്തിൽ വലിയൊരു കൊടും ഭാവി മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുന്നതിനെ കുറിച്ചാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്. അത് ഉള്ളതാണ്. പക്ഷേ ഒരു വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് പോലും ഓരോ നിമിഷവും അവന്റെ മനസ്സിനെ ഇങ്ങനെ ദൈവോന്മുഖമായി തിരിച്ച് വിടേണ്ടതുണ്ട്. അതിനെയാണ് നമ്മളിവിടെ നിരന്തരം ആവശ്യമുള്ള ഒരു മാനസാന്തരത്തെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് രണ്ടർത്ഥത്തിലും മിശിഹായെ അറിയാതെ, ദൈവത്തെ അറിയാതെ പാപാവസ്ഥയിൽ കഴിയുന്ന ആളുകൾക്ക് പൊതുവിലും ഇനി ഈശോയെ സ്വീകരിച്ചിരിക്കുന്നവർക്ക് നിരന്തരവും മാനസാന്തരം ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ സുവിശേഷ പ്രബോധനത്തിന്റെ ഒക്കെ അടിസ്ഥാനം എപ്പോഴും മാനസാന്തരമായിരിക്കും. ഒരു ധ്യാനം ചിലപ്പോഴൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയില്ലേ, ഞാൻ ഓൾറെഡി നന്നായിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ എന്തിനാണ് ധ്യാനം കൂടാൻ പോകുന്നത്, അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ കണ്ടിട്ടില്ല. ഞാൻ ഓൾറെഡി വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും, ഇനിയിപ്പോൾ വേറെ ധ്യാനം കൂടും. അങ്ങനെ ധ്യാനത്തിനകത്ത് എപ്പോഴും ആളുകൾ കരുതാറുള്ളത് എന്താ പറയുന്നത്, നന്നാക്കാൻ പിടിച്ചോണ്ട് പോവാണ് എന്ന മട്ടിലൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. മാനസാന്തരം എപ്പോഴും പ്രഘോഷിക്കപ്പെടുന്നത് കൊണ്ടാണ് ആളുകൾക്ക് എപ്പോഴും അങ്ങനെ ഒരു തോന്നലുണ്ടാകുന്നത്. നമ്മുടെ ദൗത്യമാണത്, സഭയുടെ ദൗത്യമാണത്, നിരന്തരം മാനസാന്തരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ചിലപ്പം ഇപ്പോൾ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് അൽമായ ശുശ്രൂഷകരുടെ ഒരു ധ്യാനം എന്ന് വിചാരിച്ചു. നമുക്ക് ചിലപ്പോൾ തോന്നും, എന്തിനാണ് ഇവിടെ ഇനി മാനസാന്തരം പറയുന്നത്, ഇത്രയും ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ വളർച്ചയെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ പോരെ എന്ന് തോന്നും. പക്ഷെ അല്ല, ഈശോയുടെ സുവിശേഷത്തിന്റെ അന്തസത്ത അത് നിരന്തരമായ മാനസാന്തരത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സുവിശേഷമാണ് എന്നതാണ്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ സഭയുടെ ആദ്യത്തെ ദൗത്യം മാനസാന്തരത്തിലേക്ക്
വിളിക്കുക എന്നുള്ളതാണ്. മാനസാന്തരത്തിലേക്കും വിശ്വാസത്തിലേക്കും മാനസാന്തരത്തിൽ, ഇത് രണ്ടും ഒരുമിച്ച് ചേർന്ന് പോകുന്നതാണ്. അപ്പം ഓരോ സമയത്തും ഈ മാനസാന്തരമാണ് നമ്മുടെ വിശ്വാസത്തെ പടുത്തുയർത്തുന്നത്, ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ സഭയുടെ ആദ്യത്തെ ദൗത്യം വിശ്വാസത്തിലേക്കും മാനസാന്തരത്തിലേക്കുമുള്ള വിളിയുടെ ദൗത്യമാണ്, വിളിച്ചു ചേർക്കലിന്റെ ദൗത്യമാണ്. അങ്ങനെ വിളിച്ചു ചേർക്കപ്പെട്ട ആളുകളാണ് ആരാധനയിലേക്ക് പ്രവേശിക്കുന്നത്. എന്നിട്ട് അതിന്റെ കാരണം പറയാണ്, അത് റോമാലേഖനം 10-ാം അധ്യായം 14 മുതൽ തിരുവചനമാണ്. റോമാലേഖനം 10-ാം അധ്യായം 14 മുതൽ തിരുവചനം. ആർക്കെങ്കിലും വായിക്കാമെങ്കിൽ വായിക്കാട്ടോ. റോമാലേഖനം 10-ാമത്തെ അധ്യായം 14-15 തിരുവചനങ്ങളാണ്. എന്തെന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവരെങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഇതൊരു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശുദ്ധ ഭാഗമാണത്. ഞാൻ പലപ്പോഴും ഇങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും പലപ്പോഴൊക്കെ ധ്യാനത്തിന്റെ ഒക്കെ തുടക്കത്തിൽ പറയുകയൊക്കെ ചെയ്യാറുണ്ട്. വിളിച്ചപേക്ഷിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ആ വാചകം ഒന്നുകൂടെ വായിക്കാം. എന്തെന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? വിളിച്ചപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നാണ് അതിന്റെ സിമ്പിൾ അർത്ഥം. പ്രാർത്ഥിക്കുക എന്നാണ്. കുറച്ചുകൂടെ കൃത്യമായ അർത്ഥം എന്താണ്? ആരാധനാക്രമമാണ്, അല്ലെ? ദൈവത്തെ വിളിച്ചപേക്ഷിക്കൽ പ്രാർത്ഥനയാണ്. അത് കുറെ കൂടെ കൃത്യം പറഞ്ഞാൽ ദൈവാരാധനയാണ്. ദൈവാരാധനയുടെ ഒരു സമൂഹമാണ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന സമൂഹം എന്ന് പറയുന്നത്. നോക്കി, വിശ്വാസമില്ലാതെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? വിളിച്ചപേക്ഷിക്കലിന്റെ അഥവാ പ്രാർത്ഥനയുടെ, ആരാധനയുടെ അടിസ്ഥാനം വിശ്വാസമാണ്. നമുക്കറിയാം, വിശ്വസിക്കുന്ന ആളുകളല്ലേ ദൈവാരാധനയിൽ പങ്കുചേരത്തുള്ളൂ. അപ്പം ആദ്യത്തെ കാര്യം ഇതാണ്. എന്തെന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ എങ്ങനെയാണ് വിളിച്ചപേക്ഷിക്കുന്നത്? ഇനി അടുത്ത വാചകം എന്താണ്? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? കേട്ടിട്ടില്ലാത്ത ഒരാൾ എങ്ങനെ വിശ്വസിക്കും? അപ്പൊ നോക്കി, ആരാധനാ സമൂഹം ഉണ്ടാകാൻ എന്താവശ്യമുണ്ട്? വിശ്വാസം ആവശ്യമുണ്ട്. ഇനി വിശ്വാസം ഉണ്ടാകാൻ എന്താവശ്യമുണ്ട്? കേൾവി ആവശ്യമുണ്ട്. തങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരുവനിൽ എങ്ങനെ വിശ്വസിക്കും? കേൾവി ആവശ്യമുണ്ട് വിശ്വാസത്തിന്. അപ്പൊ നോക്കി, കേൾവിയിൽ നിന്നാണ് വിശ്വാസം, വിശ്വാസത്തിൽ നിന്നാണ് ആരാധന. ഇനി അടുത്ത വാചകം എങ്ങനെയാണ്? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അപ്പൊ കേൾവിയിൽ നിന്ന് ചുമ്മാ തുടങ്ങാൻ പറ്റില്ലല്ലോ. കേൾവി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണ്ടി വരും? ആരെങ്കിലും പറയണം, അഥവാ പ്രഘോഷിക്കണം. പ്രസംഗകൻ അഥവാ പ്രഘോഷകനില്ലാതെ എങ്ങനെ കേൾക്കും? അപ്പൊ നോക്കിക്കേ, പ്രഘോഷകൻ ആണ് കേൾവി ഉണ്ടാക്കുന്നത്. ആ കേൾവിയാണ് വിശ്വാസം ഉണ്ടാക്കുന്നത്. വിശ്വാസമാണ് ദൈവാരാധന ജനിപ്പിക്കുന്നത്. ഇനി അപ്പോൾ ചുമ്മാ പ്രസംഗകൻ ഉണ്ടായാൽ മതിയോ? എങ്ങനെ ഉണ്ടാകും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? അതാണ് അടുത്ത കാര്യം. അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? നമുക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ തോന്നിയത്, പ്രസംഗകരുണ്ടായാൽ മതിയല്ലോ, പ്രസംഗിക്കാൻ അറിയുന്ന ആളുകൾ പ്രസംഗകരുണ്ടായാൽ. അപ്പോഴാണ് വിശുദ്ധ പറയുന്നത്, അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? അതിനെ അയക്കാണ്ട് സ്വന്തം നിലയ്ക്ക് പോയി പ്രസംഗിച്ചുകൂടെ? എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നുകൂടെ ശരിക്കും ആലോചിച്ചാൽ മതി. അയക്കപ്പെട്ടവൻ എന്ന വാക്കിന്റെ ഗ്രീക്ക് അല്ലെങ്കിൽ സുറിയാനി പദം പറയാമോ? അയക്കപ്പെട്ടവൻ ആരാണ്? അപ്പസ്തോലനാണ്, സ്ലീഹായാണ്. അയക്കപ്പെട്ടവൻ എന്നാണ് സ്ലീഹ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പസ്തോലൻ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും എന്നാണ് അർത്ഥം. എന്താണെന്നറിയാമോ? ശ്ലൈഹിക ദൗത്യം കൂടാതെ എങ്ങനെ പ്രസംഗിക്കും? അല്ലാണ്ട് പ്രസംഗിക്കാൻ അറിയോ ഇല്ലയോ എന്നുള്ളതല്ല ഇതിനകത്തെ വിഷയം. നല്ല വാഗ്വിലാസമുള്ള പ്രാസംഗികരുണ്ടാകും. പക്ഷേ വിശുദ്ധഗ്രന്ഥം പറയാണ്, അയക്കപ്പെടുന്നില്ലെങ്കിൽ അവൻ എങ്ങനെ പ്രസംഗിക്കും? ഇതെന്ത് പ്രധാനപ്പെട്ട കാര്യമാണെന്നറിയാമോ? അയക്കപ്പെടുന്നവനാണ് ഉണ്ടെങ്കിലേ പ്രസംഗം ഉണ്ടാകൂ, പ്രസംഗം ഉണ്ടെങ്കിലേ കേൾവി ഉണ്ടാകൂ, കേൾവി ഉണ്ടെങ്കിലേ വിശ്വാസം ഉണ്ടാകൂ, വിശ്വാസം ഉണ്ടെങ്കിലേ ആരാധന ഉണ്ടാകൂ. ഇനി പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കണം. ശ്ലൈഹികമായ അയക്കപ്പെടലിനെ കുറിച്ചാണ്, സെൻഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞു വന്നത്. ഇത് പറയുന്നതിന്റെ പശ്ചാത്തലം എന്താണ്? ഈശോ മിശിഹ പഠിപ്പിക്കുകയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. തന്റെ സ്ലീഹന്മാരോട് പറഞ്ഞതാണ്. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതുകൊണ്ടാണ് അവർ അയക്കപ്പെട്ടവരായിരിക്കുന്നത്, അവർ സ്ലീഹന്മാരായിരിക്കുന്നത്. അവർക്കാണ് ഈ വചനത്തിന്റെ പങ്കുവയ്ക്കലിന്റെ ശുശ്രൂഷ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞ എന്തിനാണെന്നറിയാമോ? ഇന്ന് നമ്മുടെ നാട്ടില് കൂണുപോലെ മുളച്ചു പൊങ്ങിയ ഒത്തിരി സെക്റ്റുകളുണ്ട്. അതിനൊക്കെ തലവന്മാരുണ്ട്, പ്രസംഗകരുണ്ട്. പക്ഷെ അവർ അയക്കപ്പെട്ടവരല്ല. അതാണ് എന്റെ പ്രശ്നം. പ്രസംഗകരുണ്ട്, സ്വന്തം നിലയ്ക്ക് ബൈബിൾ വായിച്ചവരോ, സ്വന്തം നിലയ്ക്ക് ചില കണ്ടുപിടുത്തങ്ങൾ ബൈബിളിൽ നിന്ന് കണ്ടുപിടിച്ചവരോ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ധ്യാനകേന്ദ്രത്തിൽ കുറച്ച് നാൾ ഉണ്ടായിരുന്നതിന്റെ ബലത്തിൽ പ്രസംഗിക്കുന്നവരോ ഒക്കെയാണ്.
അവർ അയക്കപ്പെടുന്നത് ഈ അപ്പസ്റ്റോലിക് മിനിസ്ട്രിയോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ്. ശ്ലൈഹിക കൂട്ടായ്മയുടെ തുടർച്ചയായി അല്ലെങ്കിൽ അതിനോട് വിധേയപ്പെട്ടും അവരാൽ നയിക്കപ്പെട്ടും ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ അയക്കപ്പെടലുണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ വിശ്വാസ സമൂഹം എപ്പോഴും ശ്രദ്ധിക്കണം, എവിടെയെങ്കിലും പോയി സുവിശേഷം കേൾക്കാൻ നിൽക്കരുത്. അതൊരിക്കലും നമ്മളെ വിശ്വാസത്തിലേക്കും വിശ്വാസം ആരാധനയിലേക്കും നയിക്കില്ല. വെറും കേൾവിയല്ല, പകരം അയക്കപ്പെട്ടവന്റെ പ്രസംഗത്തിന്റെ കേൾവിയാണ് വിശ്വാസത്തിന്റെ ആധാരം. അയക്കപ്പെട്ടവന്റെ പ്രസംഗത്തിന്റെ കേൾവിയാണ് വിശ്വാസത്തിന്റെ ആധാരം. അതുമാത്രമേ ദൈവാരാധനയിലേക്ക് കൊണ്ടുപോകുള്ളൂ. നമുക്കറിയാം, ദൈവാരാധന കൗദാശികമാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഈ സെക്റ്റുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഈ സ്പിറ്റ് ആൻഡ് ജീസസ്, എംപറർ ഇമ്മാനുവൽ, കവണന്റ് പീപ്പിൾ, അപ്പർ റൂം, ഇങ്ങനെ തുടങ്ങുന്ന ധാരാളം സെക്റ്റുകൾ, പിന്നെ 100 ആയിരക്കണക്കിന് പെന്തക്കോസ്റ്റൽ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകൾ, അങ്ങനെ പലതരത്തിലുള്ള ഗ്രൂപ്പുകളും വിഘടിത ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത്? ആരോ പ്രസംഗിക്കുന്നു, കുറെ ആളുകൾ വിശ്വസിക്കുന്നു, അവിടെ തീരുന്നു. അതൊരിക്കലും ഒരു കൗദാശിക ആരാധനയിലേക്ക് നയിക്കപ്പെടുന്നില്ല. കൗദാശിക ആരാധനയിലേക്ക്, പരിശുദ്ധ കുർബാനയിലേക്ക്, പരിശുദ്ധ കുമ്പസാരത്തിലേക്ക്, മറ്റു പരിശുദ്ധ കൂദാശകളിലേക്ക് നയിക്കപ്പെടുന്നില്ല. തൽഫലമായി എന്തു പറ്റും? കൂദാശകളിലൂടെ അല്ലാതെ മിശിഹായെ സ്വീകരിക്കാൻ ആർക്കും കഴിയില്ല. സ്ഥൈര്യലേപനം എന്ന തൈലാഭിഷേകത്തിന്റെ കൂദാശയില്ലാതെ പരിശുദ്ധ റൂഹായെ മായാത്ത മുദ്രയായി സ്വീകരിക്കാൻ മനുഷ്യർക്ക് കഴിയില്ല. അപ്പൊ നോക്കിക്കേ, എവിടെയെങ്കിലും പോയി പ്രസംഗം കേൾക്കുന്നതിന്റെ ഫലം എന്താണ്? അത് പകുതിക്ക് ഒന്നിക്കും. എന്താണ്? വിശ്വാസം ഉണ്ടാവും. പക്ഷെ ആരിലുള്ള വിശ്വാസം? ശ്ലൈഹിക സഭയുള്ള വിശ്വാസമല്ല, കേട്ട എന്തിലോ ഉള്ള വിശ്വാസം. ചിലപ്പോൾ കേട്ട ഈശോയുടെ നന്മയിലുള്ള വിശ്വാസമായിരിക്കാം. ഒരുപക്ഷെ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ, അതിന്റെ വരുംവരായികളെ കുറിച്ചും ബാക്കിയൊന്നും അറിയാൻ സാധ്യതയില്ലാത്ത ഒരു മനുഷ്യൻ, ഒരു 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 എന്താ പറയാ, മനുഷ്യർ പുറത്തുനിന്നുള്ള ആളുകൾ കടന്നു ചെന്നിട്ടില്ലാത്ത ഒരു ട്രൈബിൽ ഒരു പെന്തക്കോസ്റ്റൽ സഹോദരൻ ചെന്ന് പ്രസംഗിച്ച് ഈശോയെ അറിയിച്ച് അവർ ഈശോയിൽ അങ്ങ് വിശ്വസിച്ചു. ആ പാപ മനുഷ്യരെ സംബന്ധിച്ച് അതിനപ്പുറത്തേക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അതൊരു പക്ഷെ നമുക്ക് വിധി പറയേണ്ട കാര്യമില്ല. പക്ഷേ മറ്റെല്ലാ സാഹചര്യങ്ങളിലും അവർ ഇടവഴിയിൽ വെച്ച് നിന്നുപോവുകയാണ്. ഈശോയുടെ ശരീരത്തിന്റെ അവയവമായി തീരേണ്ട മാമോദിസ, കത്തോലിക്ക സഭയുടെ ഭാഗമായി തീരേണ്ട മാമോദിസ, ആ ജീവൻ നിലനിർത്തേണ്ട പോഷകങ്ങൾ ഒഴുകപ്പെടുന്ന പരിശുദ്ധ കൂദാശകൾ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള പരിശുദ്ധ കൂദാശകൾ, സ്വർഗരാജ്യത്തിലേക്ക് തിരുപ്പാഥയമായി മാറുന്ന രോഗീലേപനം, ഇതൊന്നും ലഭ്യമാകാതെ എന്തിലോ ചില കേട്ടറിവുകളിൽ മാത്രം വിശ്വസിച്ച് അവസാനിച്ചു പോകേണ്ടി വരും മനുഷ്യൻ. അതിനപ്പുറത്ത് വിശ്വസിച്ചവനെ കണ്ടുമുട്ടുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് കൂദാശകളിലാണ്. വിശ്വസിച്ചവനെ അനുഭവിക്കുന്നത് കൂദാശകളിലാണ്. പലപ്പോഴും ഈ അനുഭവം എന്ന് പറയുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അനുഭവം, വിശ്വാസത്തിന്റെ അനുഭവം എന്നൊക്കെ ആളുകൾ പറയില്ലേ, എനിക്ക് ആ കുർബാന കൊണ്ട് എനിക്ക് ഭയങ്കര അനുഭവമായിരുന്നു എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പോയി, അത് നിങ്ങളുടെ പള്ളിയിൽ വരുന്നവരൊന്നുമല്ല, ഞങ്ങൾ അവിടെ ചെന്നിരുന്നപ്പോൾ ഉണ്ടല്ലോ, അവിടെ ആ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പിൽ അവർ തപ്പൊക്കെ കൊട്ടി പാട്ടൊക്കെ പാടി അങ്ങനെ ഹൃദയം നുറുങ്ങി ദൈവത്തെ വിളിക്കുന്ന കേട്ട്, അവിടെ ഇരിക്കുന്ന ഒരു അനുഭവമായിരുന്നു എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. ഈ അനുഭവം, വിശ്വാസത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? വിശ്വാസത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞ ഈ സാധനം ഒന്നുമല്ല. ഈ CCC തിരുസഭയുടെ പ്രബോധന ഗ്രന്ഥം, ഇത് 4 ഭാഗങ്ങളാണ്. ഇതിലെ ആദ്യത്തെ ഭാഗം, ഏതെങ്കിലും ഒരു കാലത്ത് CCCയെ കുറിച്ചിട്ട് പഠനം ആരംഭിക്കുന്നത് എനിക്ക് ആഗ്രഹമുണ്ട്. ആദ്യ ഭാഗം അത് സംസാരിക്കുന്നത് നീ എന്ത് വിശ്വസിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. വിശ്വാസ പ്രമാണമാണ് വിശദീകരിക്കുന്നത്. അതിന്റെ 4 ഭാഗങ്ങൾ. രണ്ടാമത്തെ ഭാഗം വിശ്വാസത്തിന്റെ അനുഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. എന്താണ് വിശ്വാസത്തിന്റെ അനുഭവം എന്നറിയാമോ? അത് കൂദാശകളാണ് വിശ്വാസത്തിന്റെ അനുഭവം, വേറെ ഒന്നുമല്ല. കൂദാശകളാണ് വിശ്വാസത്തിന്റെ അനുഭവം. ഈ പറഞ്ഞായിരുന്നു നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം കേട്ടോ. വിശ്വാസ അനുഭവം ഉണ്ടായില്ല എന്നൊക്കെ പറയരുത്. വിശ്വാസത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് സാക്രമെന്റ്സ് ആണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഉദാഹരണത്തിന്, കർത്താവിന്റെ പ്രബോധനം, സുവിശേഷത്തിൽ ഈശോ അല്ലെങ്കിൽ വിശുദ്ധഗ്രന്ഥത്തിൽ ഈശോ കുടുംബത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു, അവരെ ഒന്നാക്കി, അങ്ങനെ പിന്നീട് അങ്ങനെ കാലക്രമത്തിലൂടെ ദൈവം അതിനെ വളർത്തി. അതിനുശേഷം മിശിഹ വന്നു, അവിടുന്ന് അതിനെ ഉദാത്തമായ ശ്രേഷ്ഠമായ ഒരു സാക്രമെന്റായി ഉയർത്തി, കൂദാശയായി ഉയർത്തി. ഇങ്ങനെ എന്നിട്ട് കർത്താവ് അവരോട് അരുളി ചെയ്തു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അതിന്റെ കൃപാവരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ്, കൃപ സ്വീകരിച്ചവരല്ലാതെ ആരും ഇത് ഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈശോ ഈ കൂദാശയെ സ്ഥാപിച്ചു. ഇനി നമ്മൾ ആലോചിച്ചേ, നമ്മൾ വിവാഹത്തെക്കുറിച്ച് പഠിക്കുകയാണ് വിശ്വാസ പരിശീലന കാലത്ത്, ക്ലാസ്സുകളിൽ, പ്രീമാരി കോഴ്സിനൊക്കെ ആയിട്ട് വിവാഹത്തെക്കുറിച്ച് പഠിക്കുകയാണ്. ദൈവം സ്ഥാപിച്ച മനുഷ്യന്റെ ബന്ധങ്ങളിൽ ഏറ്റവും, ഭൗമിക ബന്ധങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ബന്ധമാകുന്ന ഈ വിവാഹത്തെക്കുറിച്ച് പഠിക്കുകയാണ്. ഇതെവിടെ അനുഭവിക്കുന്നത്?
വിവാഹം എന്ന കൂദാശയിലാണ് അനുഭവിക്കുന്നത്. അത് അല്ലാത്ത സമയത്ത് അതിന്റെ കേൾവികൾ മാത്രമേ ഉള്ളൂ. കൂദാശ എന്ന വിവാഹം എന്ന ഹെവൻലി സാക്രമെന്റ്, അതിന്റെ വിശ്വാസ അനുഭവം ഉണ്ടാകുന്ന എവിടെയാണ്? അതിനകത്താണ്. ഇനി ഞാൻ നിത്യജീവന്റെ അപ്പമാകുന്നു എന്നും എന്നെ ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ലെന്നും ഞാനാണ് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം എന്നും ഒക്കെ നമ്മൾ പഠിക്കും. ഇതെവിടെയാണ് അനുഭവിക്കുന്നത്? പരിശുദ്ധ കുർബാനയിലാണ് അനുഭവിക്കുന്നത്. ഈശോ മിശിഹായുടെ വലിയ കാരുണ്യത്തെക്കുറിച്ച്, പാപികളോട് കരുണയുള്ളവനാണ് എന്നതിനെക്കുറിച്ച്, നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങി വന്നവനാണെന്നതിനെ കുറിച്ച്, അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തവനാണ് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. പക്ഷേ അത് അനുഭവിക്കുന്ന എവിടെയാണ്? അത് പരിശുദ്ധ കുമ്പസാരത്തിലാണ് അത് അനുഭവിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ അനുഭവം അത് സാക്രമെന്റ്സ് ആണ്. സാക്രമെന്റ്സ് ആണ് ആരാധനാക്രമവും. ശ്രദ്ധിച്ച് കേൾക്കണം. വിശ്വാസത്തിന്റെ അനുഭവം സാക്രമെന്റ്സ് ആണ്, കൂദാശകളാണ്. ഈ കൂദാശകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? വിശ്വാസത്തിന്റെ അനുഭവം എന്ന് വിളിക്കുന്നത്. നോക്കിക്കേ, വിശ്വാസത്തിലേക്ക് നയിച്ചിട്ട് അത് അനുഭവിക്കാൻ കഴിയാതെ നിന്നു പോകുന്നവന്റെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി. അതുകൊണ്ടാണ്, അല്ലാണ്ട് നമ്മൾ പ്രൊട്ടസ്റ്റന്റുകാരുടെ ശുശ്രൂഷകളെ മോശമായി ചിത്രീകരിക്കുന്നതല്ല. ചിലപ്പോഴൊക്കെ ആളുകൾക്ക് അങ്ങനെ തോന്നും, നമ്മൾ പ്രൊട്ടസ്റ്റന്റുകാരെ കുറിച്ച് ഇങ്ങനെ പറയുമ്പം അപ്പൊ അവരുടെ വിശ്വാസത്തിന് വിലയില്ലേ, അവരുടെ വിശ്വാസം, അവരെന്തോരം തീഷ്ണതയുടെ വിശ്വാസം പ്രഘോഷിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ വലിയ കത്തോലിക്കരെന്ന് പറയുന്ന ആൾക്കാർ ഇതിനൊന്നും പോയില്ല. അതുങ്ങൾ പാവങ്ങൾ ഈ ആഫ്രിക്കയിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ പോയി ജീവൻ പണയം വെച്ചൊക്കെ സുവിശേഷ പ്രഘോഷണം നടത്തും. എന്നിട്ട് നമ്മൾ അതിനെ പുച്ഛിക്കുവാണോ അച്ഛാ എന്നൊക്കെ ചോദിക്കും. ഇത് പുച്ഛിക്കുന്നതൊന്നുമല്ല, അതിന്റെ ഒരു അപകടത്തെക്കുറിച്ച് പറയുന്നതാണ്. ഇതൊരു തുടക്കത്തിൽ വെച്ച് നിർത്തിക്കളയാണ്. അവിടെ നിൽക്കാനല്ല ഈശോ വന്നത്. ഈശോ നമുക്ക് തരുന്ന ദാനത്തിന്റെ പരകോടി, അതിന്റെ കൾമിനേഷൻ സ്വീകരിക്കാൻ പറ്റാതെ നിന്നു പോകുന്ന ഒരാളുടെ കാര്യം ഓർത്ത് നോക്കി. ആരംഭിച്ചു, പക്ഷെ ലക്ഷ്യത്തിലെത്തുന്നില്ല. ലക്ഷ്യം എന്താണ്? ഈ വിശ്വാസം അനുഭവിക്കുക എന്നുള്ളതാണ്. മിശിഹ തന്നത് അനുഭവിക്കുക, സ്വീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സ്വീകരിച്ച് അതുമായി സ്വർഗത്തിലേക്ക് പോവുക, അവിടെ അത് പൂർണ്ണമായി അനുഭവിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ സ്വന്തം നിലയ്ക്ക് പ്രസംഗിക്കുന്നു. അതാണ് ഇതിന്റെ എല്ലാത്തിന്റെയും കാരണം. ഐക്യപ്പെട്ടിട്ടാണ് പ്രസംഗിച്ചതെങ്കിൽ, അതായത് ഇപ്പൊ ഉദാഹരണത്തിന് പൊട്രോസിന്റെ സഹോദരൻ അഭിമന്യ പിതാവിനോട് ചേർന്ന് നിന്നിട്ട്, എന്ന് പറഞ്ഞാൽ കത്തോലിക്ക വിശ്വാസത്തിനോട് ചേർന്ന് നിന്നിട്ട് അവിടെ നിന്നാണ് ഐക്യപ്പെടുന്നതെന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് സംഭവിക്കും? ഐക്യപ്പെടുന്നത് വഴി പഠിപ്പിക്കുന്നത് വഴി കേൾക്കുന്നത് വഴി വിശ്വസിക്കുന്നു. സ്വാഭാവികമായും ആ വിശ്വസിക്കുന്നവർ കൂദാശകളിലേക്ക് നടക്കും, അല്ലെ? അവിടെ അത് പൂർത്തീകരിക്കും. ഇത് തുടക്കം പാളുന്നത് കൊണ്ടാണ് പൂർത്തീകരിക്കാൻ പറ്റാത്തത്. ഇടയ്ക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു അപൂർണതയാണ് ആ പ്രഘോഷണത്തിന്റെ ഉള്ളിൽ കിടക്കുന്നത്. അതൊരു അപകടമാണ്, അതൊരു കുറവാണ്. സത്യം പറഞ്ഞാൽ അതങ്ങനെ ദൈവജനത്തിന് അല്ലെങ്കിൽ കർത്താവ് വിളിക്കുന്നവർക്ക് അത് നിഷേധിക്കപ്പെടരുതാത്തതാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ചിലപ്പോൾ പ്രൊട്ടസ്റ്റന്റ് സഹോദരങ്ങളെ കേൾക്കുന്നുണ്ട്, അവര് കേൾക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, ചില പാസ്റ്റർമാർ എന്നോട് പറഞ്ഞാൽ ഞാൻ കേൾക്കാറുണ്ട്, നമ്മൾ ഡൗട്ടൊക്കെ ചോദിക്കും. അതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ചെയ്യുന്ന ക്ലേശകരമായ ശുശ്രൂഷകൾ അത് ഫലപ്രദമാകണമെങ്കിൽ അയക്കപ്പെട്ടവരുടെ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കണം. അയക്കപ്പെട്ടവനെന്ന് വിളിക്കുന്ന ഒരൊറ്റ വാക്കേ ഉള്ളൂ, അത് സ്ലീഹായാണ്, അപ്പസ്തോലന്മാരാണ്. അതിപ്പം കത്തോലിക്ക സഭയിലൊക്കെ ആയതുകൊണ്ടോ ഞങ്ങളുടെ അടുത്തേക്ക് വായോ എന്ന് പറയുന്ന വെറും ആളെക്കൂട്ടൽ കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾ പേഴ്സണലായിട്ട് രഹസ്യമായിട്ട് ചെയ്താൽ പോലും ഇതൊരു കാര്യമാണെന്ന് ഓർക്കണം. രഹസ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത്, അഭിമന്യ പിതാക്കന്മാരോട് ചേർന്ന് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച് എന്നിട്ട് ഈ സുവിശേഷ പ്രഘോഷണം നടത്തിയാൽ അതിന് ഫലമുണ്ടാകും. സത്യത്തിൽ ഇതിന്റെ ഫലം എന്താണ്? വിശ്വാസ അനുഭവമാണ്. അതിന്റെ ഫലമാണ് ആരാധനാക്രമം. വിശ്വാസം സ്വീകരിക്കുന്നതുകൊണ്ട് മാത്രമാകുന്നില്ല. വിശ്വാസം സ്വീകരിക്കുന്ന ഒരു വ്യക്തി നയിക്കപ്പെടുന്നത് സ്വർഗീയ ആരാധനയിലേക്കാണ്, അല്ലെ? അതിനുവേണ്ടിയാണല്ലോ വിശ്വാസം നടക്കുന്നത്. അത് നടക്കുന്ന സ്ഥലമാണ് ആരാധനാക്രമം, കൂദാശകൾ. അതുകൊണ്ട് നിർബന്ധമായും കൂദാശയിലേക്ക് നയിക്കപ്പെടണം. അതാണ് ഈ റോമാലേഖനത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 14 മുതൽ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. എങ്ങനെ നമ്മൾ വായിക്കുന്നത്? എന്തെന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? വിളിച്ചപേക്ഷിക്കലാണ് ലക്ഷ്യം. വിളിച്ചപേക്ഷിക്കാൻ വേണ്ടിയാണ് വിശ്വസിക്കുന്നത്. വിശ്വസിക്കാതെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? നമ്മൾ ഓർക്കണം, തപ്പുകൊട്ടി കുറച്ച് സ്തോത്രം പാട്ടുപാടി കൈയടിക്കുന്നതല്ല ദൈവത്തെ വിളിച്ചപേക്ഷിക്കൽ. ദൈവത്തെ വിളിച്ചപേക്ഷിക്കൽ എന്ന് പറയുന്നത് ആരാധനയാണ്, ദൈവാരാധനയാണ്. ദൈവാരാധന എന്ന് പറയുന്നത് മിശിഹ സ്ഥാപിച്ച കൂദാശകളിലാണ് ഉള്ളത്. ഭൂമിയിൽ ഒരു വലിയ പങ്ക് ക്രൈസ്തവ വിശ്വാസികൾ, ഈശോയിൽ വിശ്വസിക്കുന്നവർ, കത്തോലിക്ക സഭയിൽ നിന്ന് അകന്നു പോയത് മാർട്ടിൻ ലൂതർ എന്ന ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിനെ പിന്തുടർന്നതിന്റെ ഫലമായിട്ടാണ്. അദ്ദേഹത്തിനുണ്ടായിരുന്ന സഭാവിരോധമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു കാരണമായി മാറിയത്.
പക്ഷെ പിന്നീട് അങ്ങോട്ട് കടന്നുപോയിട്ട് വഴിതെറ്റിപ്പോയ ആളുകളെ പിടിച്ചു നിർത്താൻ പോലും അദ്ദേഹത്തിന് പറ്റിയില്ല. അദ്ദേഹം ഉദ്ദേശിച്ചതിനപ്പുറത്തേക്ക് പല വഴിക്ക് പോയി. അത് 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 അതിനെ അവരെ പിടിച്ചു നിർത്താൻ പോലും സാധിക്കാത്ത ബുദ്ധിമുട്ടിലൊക്കെയാണ് മാർട്ടിൻ ലൂതർ തന്റെ ജീവിതകാലം കടന്നുപോവുക ചെയ്യുന്നത്. അതുകൊണ്ട് റാറ്റ്സിംഗർ പാപ്പ ഒത്തിരി സ്ഥലങ്ങളിൽ നേരത്തെ ഇടയ്ക്കൊരു പൗരോഹിത്യത്തെക്കുറിച്ചൊരു പുസ്തകം പബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഈ വിഷയം കുറച്ച് കാര്യമായി സംസാരിക്കുന്നുണ്ട്. റാറ്റ്സിംഗർ പാപ്പ ഈ വലിയ ദയാവായ്പോടെയാണ് ലൂതറിനെ കുറിച്ച് എഴുതുന്നത്. ഞാനൊക്കെ എപ്പോഴും ലൂതറിനെ ഭയങ്കര ഹാർഡായിട്ടാണ് വിമർശിക്കാറുണ്ട്. റാറ്റ്സിംഗർ പാപ്പ വളരെ കാരുണ്യത്തോടെയാണ്, അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയാണ് ലൂതറിനെ കുറിച്ച് എഴുതുന്നത്. അതിന്റെ കാരണം ഇതാണ്. അദ്ദേഹത്തിന്റെ പ്രോബ്ലം എന്തായിരുന്നു, അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്നതിനെക്കുറിച്ച് ആണ് റാറ്റ്സിംഗർ പാപ്പ വളരെ ദീർഘമായിട്ട് എഴുതുന്നത്. ഞാൻ ചില വിശുദ്ധ ക്ലാസ്സുകളിലൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായിരുന്നാലും പറഞ്ഞു വന്ന കാര്യം ഇതാണ്. വിശ്വാസത്തിന് മുമ്പ്, ആരാധനയ്ക്ക് മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട്. എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ഐക്യപ്പെടലിൽ നിന്നാണ്. ഐക്യപ്പെടൽ, അവിടുന്ന് പ്രഘോഷണം, പ്രസംഗം, അവിടുന്ന് കേൾവിയിൽ നിന്ന് വിശ്വാസം, വിശ്വാസത്തിൽ നിന്ന് ആരാധന. അപ്പൊ നോക്കിക്കേ, നമ്മൾ ആരാധനയിൽ നിന്നല്ല തുടങ്ങേണ്ടത്. ആരാധന അതിന്റെ പൂർണ്ണതയാണ്. അതുകൊണ്ടാണ് തിരുസഭ പറഞ്ഞത് ആരാധനാക്രമം സഭയുടെ ഏക പ്രവർത്തനമല്ല എന്ന് പറഞ്ഞു. ഞാനിത് ഇത്രയും വിശദീകരിച്ച് പറയാനുള്ള ഒരു കാരണം, ഈ ഭാഗത്തെ എടുത്തിട്ട് ചില ആളുകൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ, ഈ ദൈവാരാധന കോൺസ്റ്റിറ്റ്യൂഷനെ എന്താ പറയാ, വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുന്നത് ഞാനൊരു ഒരു പ്രസംഗത്തിനിടയ്ക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഈ ആരാധനക്രമം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊന്നുമല്ല സഭയുടെ പ്രവൃത്തി, സഭയുടെ ഏക പ്രവൃത്തി അതല്ല എന്ന് വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയിൽ തന്നെ പറയുന്നു. സഭയ്ക്ക് വേറെ അനേകം കാര്യങ്ങളുണ്ട്. സഭ ദൈവജനത്തിന്റെ ഇടയിലോട്ട് ഇറങ്ങി ചെല്ലാനുള്ളതാണ്, പാവപ്പെട്ടവരുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ളതാണ്, അത് ചെയ്യാനുള്ളത്, ഇത് ചെയ്യാനുള്ളതാണ്. അതിന്റെ കൂടെ ഉള്ള ഒരു കാര്യം മാത്രമാണ് അതിൽ നിന്ന് മാറിയിട്ട് അവൻ ആരാധനയ്ക്ക് പോകുന്നു, അവിടുന്ന് ഊർജ്ജം സ്വീകരിക്കുന്നു, തിരിച്ചു വരുന്നു, എന്നിട്ട് അവൻ ഇങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുന്നത് ഞാൻ കേൾക്കാൻ ഇടവന്നു. നമ്മൾ ഓർക്കണം, ഈ പറയുന്നതിന്റെ അർത്ഥം അതല്ല. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ മറ്റനേകം പരിപാടികളുടെ ഇടയ്ക്കുള്ള ഒരു വൺ ഓഫ് ദ ആക്ടിവിറ്റീസ് ആണ് സഭയുടെ എന്നില്ല. പലപ്പോഴും നമുക്ക് അങ്ങനെ തോന്നാം. കാരണം നമ്മളെന്താ, പല ആളുകളെ സംബന്ധിച്ചും ഞായറാഴ്ച, ആഴ്ചയിൽ 7 ദിവസത്തിനിടയ്ക്ക് ഒരു ഞായറാഴ്ച, ആ ഒരു ഞായറാഴ്ചയിൽ 24 മണിക്കൂറിനിടയ്ക്ക് ഒരു 1.5 മണിക്കൂർ പള്ളിയിൽ പോകലാണ് നമ്മുടെ ആരാധന. അങ്ങനെയാ പല ആളുകൾക്കും, അല്ലെ? ശരിയല്ല? എന്നാലോചിച്ച് നോക്കിയേ. ആരാധന എന്ന് പറഞ്ഞാൽ, ദൈവാരാധനയുടെ പങ്കുചേരൽ എന്ന് പറഞ്ഞാൽ അത്രയും ശാലയാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഞായറാഴ്ച, ആ ഞായറാഴ്ച 24 മണിക്കൂർ, അതുപോലും 1 മണിക്കൂർ കൂടുതലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, അച്ഛൻ ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് സുവിശേഷം പ്രഘോഷിച്ചു കഴിഞ്ഞാൽ എന്താ ഇത് എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. ദശാംശം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് കയ്യിലുള്ള കാശിന്റെ കാര്യത്തിൽ മാത്രമല്ല, സമയത്തിന്റെ കാര്യത്തിലാണ്. ആ കണക്കിലാണ് 10 ദിവസത്തിൽ ഒരു ദിവസം മുഴുവനും ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി മൊത്തമായിട്ട് മാറ്റി വെക്കേണ്ടതാണ്. ഇനി പോട്ടെ, ഞായറാഴ്ചയുടെ മാത്രം കാര്യം, ഞായറാഴ്ചയിൽ 24 മണിക്കൂറുള്ളതെങ്കിൽ അതിനകത്തൊരു 10% മാറ്റി വെച്ചാൽ പോലും 2 മണിക്കൂറുകൾ അത് ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് ചെലവഴിക്കേണ്ടതാണ്. അത്രയും ഓർത്തോണ്ടേ പരിശുദ്ധ കുർബാനയ്ക്ക് പോകാവുള്ളൂ. അല്ലാണ്ട് ഓടിച്ചെന്ന അച്ഛൻ അത് ക്യാപ്സൂൾ പരുവത്തിലുള്ളൊരു സന്ദേശവും പിന്നെ ടക്ക് എന്നുള്ളൊരു 2 പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് എനിക്കൊരു ആത്മസംതൃപ്തി എന്ന് പറഞ്ഞ് പോരാൻ ഉദ്ദേശിച്ചിട്ട് ദേവാലയത്തോട്ട് പോയത്. അത് നമ്മുടെ ചുമ്മാ ഒരു തട്ടിക്കൂട്ട ആത്മസംതൃപ്തി അല്ല ഇതിന്റെ ലക്ഷ്യം. എന്ന് പറഞ്ഞാൽ എനിക്കേ ചെല്ലുന്നു, എനിക്ക് പെട്ടെന്നൊരു സമാധാനം, ഒരു സന്തോഷം, എൻ്റെ ഒരു കൊച്ചു സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല. പല ആൾക്കാരും പലതിനെയും സമീപിക്കുന്ന അങ്ങനെയാണ്. പരിശുദ്ധ കുമ്പസാരത്തെ അങ്ങനെ സമീപിക്കുന്ന ആൾക്കാരുണ്ട്. ഭയങ്കര ഒരു അസ്വസ്ഥത, കുറ്റബോധം, തൽക്കാലത്തിന് ഒന്ന് മാറ്റണം, ശരിയായി, അപ്പൊ കുറച്ച് നാളത്തേന് ഞാനൊന്ന് ശരിയാക്കിയില്ലോ എന്നൊരു ആശ്വാസം. അങ്ങനെയല്ല, ഇത് സ്ഥായിയായി നിലനിൽക്കേണ്ട ഒരു ആരാധനാ ബന്ധിത ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ് തിരുസഭ ആഗ്രഹിക്കുന്നത്, ഈശോ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് വന്ന് സന്ദർശിച്ചിട്ട് പോകുക എന്നുള്ളതല്ല, നിരന്തരം ദൈവാരാധനയിലായിരിക്കുക എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ നമ്മൾ അതിന് എന്തുമാത്രം സമയം കണ്ടെത്തുന്നു എന്നുള്ളത് ശരിക്കും സ്വർഗീയ ആരാധന എന്താണെന്ന് നമുക്ക് എന്തോരം അറിയാം എന്നതിന്റെ തെളിവാണ്. അപ്പൊ അതിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്ന ആളുകൾ പലരും അതിന്റെ മൂല്യം മനസ്സിലാക്കാത്തവരാണ്. അവർ കാണുന്ന മൂല്യത്തിന്റെ പുറകെയാണല്ലോ അവർ പോകുന്നത്. അപ്പൊ നമുക്ക് ആ മൂല്യം പഠിപ്പിക്കാൻ പറ്റാതെ പോകുന്നതിന്റെ പ്രശ്നമാണ് അത്. ഒപ്പം ഈ കൂദാശകളിലാണല്ലോ ഇത് അനുഭവിക്കാൻ പറ്റുള്ളൂ. അതുവരെ കേൾവി മാത്രമാണ്, അറിവ് മാത്രമാണ്. അനുഭവിക്കണം. കൂദാശകൾക്കകത്ത് അറിഞ്ഞ് പങ്കെടുത്തത് അനുഭവിക്കണം. അപ്പോഴേ വിശ്വാസം വർദ്ധിക്കുകയുള്ളൂ. എന്നിട്ട് തന്നിമിത്തം തിരുസഭ എല്ലാ മനുഷ്യരും ഏകസത്യ ദൈവത്തെയും അവൻ അയച്ച ഈശോ മിശിഹായെയും അറിയാനും. അപ്പൊ തിരുസഭയുടെ ദൗത്യങ്ങളെ കുറിച്ച് പറയാം. ആദ്യത്തെ ദൗത്യം എന്താണ്? ഇപ്പൊ പറഞ്ഞതിന്റെ വിശദീകരണമാണ്. എല്ലാ മനുഷ്യരും മിശിഹായെ അറിയുക എന്നുള്ളതാണ് സഭയുടെ ആദ്യത്തെ ലക്ഷ്യം. എല്ലാ മനുഷ്യരെയും മിശിഹായെ അറിയിക്കുക.
എന്നാണ് ആദ്യ ദൗത്യം. 2, തങ്ങളുടെ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞ് പശ്ചാത്തപിക്കാനും വേണ്ടിയാണ് ഇത്. എന്ന് വെച്ചാൽ ഈശോയെ കേൾക്കുന്നവൻ അവന്റെ വഴി വിട്ട് മിശിഹായുടെ വഴി പിന്തുടരും. ഒരാളിങ്ങനെ നടന്നു പോവാണ്, അപ്പോൾ കർത്താവ് അവനെ വിളിക്കുന്നു. പത്രോസിന്റെ കാര്യം ഓർക്കുക, യോഹന്നാന്റെ കാര്യം ഓർക്കുക. അവൻ മീൻ പിടിച്ച് അവന്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറയാണ്, എന്നെ അനുഗമിക്കുക. അപ്പോഴവൻ ഉണ്ടാകുന്നതിന്റെ പേരാണ് മാനസാന്തരം. അല്ലാണ്ട് അവൻ പാപത്തിലായിരുന്നു പിന്തിരിയുന്നു അല്ല അതിന്റെ അർത്ഥം. അവൻ എന്താ ചെയ്തത്? അവന്റെ മനസ്സ് അവന്റെ അനുദിന ജീവിതത്തിലേക്ക് ഉന്മുഖമായിട്ടിരിക്കുമായിരുന്നു. ആ മനസ്സിന് മാനസാന്തരമുണ്ടായി. അവൻ കർത്താവിന്റെ മനസ്സിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അവന്റെ മനസ്സല്ല ഇപ്പോൾ അവനെ നയിക്കുന്നത്, അവൻ നയിക്കപ്പെടുന്നത് മിശിഹായുടെ മനസ്സിനാലാണ്. അതുകൊണ്ട് പത്രോസിനെ വിളിച്ചു. പത്രോസ് നിഷ്കളങ്കനായ പത്രോസ്, ഒരു മീൻപിടുത്തക്കാരൻ, പാവം, അവൻ വലിയ കൊടുങ്കുറ്റവാളി അങ്ങനെയൊന്നും അല്ലല്ലോ. അവന് ലഭിക്കുന്നത് മാനസാന്തരമാണ്. ഈ മാനസാന്തരമാണ് സുവിശേഷത്തിന്റെ അന്തസത്ത. ഓരോ നിമിഷവും നമ്മൾ മിശിഹായെ പിന്തുടരുക, ഈശോയുടെ മനസ്സിനെ പിന്തുടരുക എന്ന് പറയുന്നതാണ് മാനസാന്തരം. അപ്പം അത് സുവിശേഷം പകർന്നു കൊടുക്കാനും അത് നേടാനും, മനസാന്തരം നേടാനും ആണ് തിരുസഭ ആദ്യമായി ഉദ്യമിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ വിശ്വാസത്തിലേക്ക് വരാത്തവരോട് സഭ രക്ഷയുടെ സന്ദേശം വിളംബരം ചെയ്യുന്നു. തിരുസഭയുടെ ദൗത്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ കാര്യം ഇതാണ്: ഇതുവരെ മിശിഹായെ അറിയാത്തവരോട്, വിശ്വാസത്തിലേക്ക് വരാത്തവരോട് രക്ഷയുടെ സന്ദേശം സഭ വിളംബരം ചെയ്യുന്നു. രക്ഷയുടെ സന്ദേശം നമ്മൾ ഓർക്കണം. നമ്മുടെ കൂട്ടത്തിൽ ഒത്തിരി സുവിശേഷ പ്രഘോഷകരുണ്ടല്ലോ. നമ്മൾ ഓർക്കണം, നമ്മുടെ ദൗത്യം എന്നാന്ന് ആരെങ്കിലും നമ്മളോട് ഇമ്മ ചോദിക്കാന്ന് ചോദിച്ചു. അതിപ്പോ എന്താ ഈ പറഞ്ഞ പോലെ എന്ന് ആലോചിക്കരുത്. രക്ഷയുടെ സന്ദേശം പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. രക്ഷയുടെ സന്ദേശം വിളംബരം ചെയ്യുക എന്നതാണ്. ഇതിനകത്ത് എല്ലാം പെടും. രക്ഷയുടെ സന്ദേശം എന്ന് പറയുന്നതാണ് ഈ രക്ഷാ ചരിത്രത്തിന്റെ സന്ദേശമാണ്. ദൈവം മനുഷ്യ സൃഷ്ടി മുതൽ അത് തുടങ്ങും. ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞ എല്ലാ സുവിശേഷ പ്രഘോഷത്തിനകത്തും വിശദീകരിക്കേണ്ടത്. ഇപ്പൊ നിങ്ങളെ പെട്ടെന്ന് ഒരു സുവിശേഷ പ്രഘോഷത്തിന്റെ ക്ലാസ് എടുക്കാൻ വിളിക്കുന്നത് ഇപ്പൊ എന്നെ ഇപ്പൊ പറയുന്നു ആലോചിച്ച് 2 പോയിന്റ് കണ്ടുപിടിക്കട്ടെ എന്നല്ല വിചാരിക്കേണ്ടത്. രക്ഷാ സന്ദേശമാണ് വിളംബരം ചെയ്യേണ്ടത്. എന്താ അതിനകത്തുള്ളത്? സൃഷ്ടിയിലൂടെ സ്വയം വെളിപ്പെടുത്തിയ ദൈവം. നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടല്ലോ. ഇനി മനുഷ്യനെ സൃഷ്ടിച്ച് തന്നെ തന്റെ ഛായയും സദൃശ്യവും വെളിപ്പെടുത്തുന്ന ദൈവം. അതിനുശേഷം തന്റെ കൂട്ടായ്മ വെളിപ്പെടുത്തുന്ന ദൈവം. അവൻ വീണ് കഴിയുമ്പോൾ വീണ്ടും അവനെ രക്ഷിക്കാൻ വേണ്ടി വാഗ്ദാനം ചെയ്യുന്ന ദൈവം. അവരുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന ദൈവം. അബ്രഹാത്തെ വിളിക്കുന്ന ദൈവം. പ്രവാചകന്മാരെ അയക്കുന്ന ദൈവം. അങ്ങനെ അവനെ കൊണ്ടുപോയി അവന്റെ അടുത്തേക്ക് ചെന്ന് മിശിഹായെ, അവരോടുള്ള സ്നേഹം മൂലം തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവം തന്റെ ഏകജാതനെ അയച്ചുകൊണ്ട് അവർക്ക് രക്ഷ നൽകുന്നതിനെ കുറിച്ച്, അവിടുത്തെ മനുഷ്യാവതാരത്തെക്കുറിച്ച്, പരസ്യജീവിതത്തിൽ അവിടുന്ന് നൽകിയിട്ടുള്ള പ്രബോധനങ്ങളെക്കുറിച്ച്, അവിടുന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഉദാശകൾ സ്ഥാപിക്കലും പൗരോഹിത്യത്തിന്റെ സംസ്ഥാപനം ഉൾപ്പെടെയുള്ള ഈശോയുടെ പ്രവൃത്തികളെക്കുറിച്ച്, ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച്, ബലിയർപ്പണത്തെക്കുറിച്ച്, ഉത്ഥാനത്തെക്കുറിച്ച്, ഉദ്ധിത ശരീരത്തിൽ സ്ഥാപിക്കപ്പെടുന്ന ഈശോയുടെ ശരീരമാകുന്ന തിരുസഭയെക്കുറിച്ച്, തിരുസഭാ ജീവിതത്തെക്കുറിച്ച്, തിരുസഭ സ്വർഗരാജ്യത്തിൽ മഹത്വമണിയുന്നതിനെ കുറിച്ച്. ഇതാണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ നക്ഷൽ. ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യത്തെ ഇങ്ങനെ ഫ്ലഷ് ആക്കിയാൽ, അതിനെ ഇങ്ങനെ ഇത് വെച്ചാൽ സുവിശേഷ പ്രഘോഷണമാകും. ഇതിന്റെ ഏത് ഭാഗവും നമുക്ക് വികസിപ്പിക്കാം. പക്ഷെ ഇതിന്റെ ഒരു ആകത്തുക ആവർത്തിക്കുന്നതാണ് സുവിശേഷ പ്രഘോഷണം. അതാണ് മാനസാന്തരത്തിലേക്കുള്ള വിളി. കർത്താവ് നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു, സൃഷ്ടി മുതൽ ഇത്രയും ചെയ്തു. അതുകൊണ്ട് നീ അവിടെ ആയിരുന്നവനാണ്, പർദീസയിൽ അവനോടുകൂടി ആയിരുന്നവനാണ്, അവിടുന്നാണ് നമ്മൾ വീണുപോയത്, വീണ്ടും അവിടേക്ക് തിരിച്ചു ചെല്ലണം എന്ന് പറഞ്ഞു കൊടുക്കലാണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ അന്തസത്ത. ആദ്യത്തെ പടി അന്തസത്ത അതാണ്. ഇനി പ്രത്യേകിച്ച് എന്നിട്ട് അടുത്ത് തുടരുകയാണ്, പ്രസംഗിക്കേണ്ടിയിരിക്കും. വിശേഷിച്ചും അവരെ കൂദാശകൾക്ക് ഒരുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഞാനിപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞത്. കൂദാശകൾക്ക് ഒരുക്കണം. കാരണം അതാണ് അതിന്റെ ലക്ഷ്യം. സുവിശേഷത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അവസാനത്തെ അധ്യായം 20-ാമത്തെ തിരുവചനം 28-20. മത്തായിയുടെ സുവിശേഷം 28-20. അവിടെ ഒരു കൽപ്പന കൊടുക്കുന്നുണ്ട്. അപ്പസ്തോലന്മാർക്ക്, സ്ലീഹന്മാർക്ക് ഒരു കൽപ്പന കൊടുക്കുന്നുണ്ട്. 28-20 അത് ഏറ്റവും വലിയ കൽപ്പനയാണ്. കാരണം കർത്താവിന്റെ ഉത്ഥാന ശേഷം സ്വർഗ്ഗാരോഹണ സമയത്ത് കൊടുക്കുന്ന കൽപ്പനയാണ്. വായിക്കാവോ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം ആചരിക്കാൻ അവരെ പഠിപ്പിക്കണം എന്നാണ്. അനുസരിക്കുക എന്നതിനേക്കാൾ ആചരിക്കുക എന്നാണ് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ. ആചരിക്കാൻ അഥവാ നിവർത്തീകരിക്കാൻ, അത് പ്രവർത്തിക്കാൻ,
അത് രണ്ടും നമുക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പ്രവർത്തിക്കാൻ, ആചരിക്കാൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം പ്രവർത്തിക്കാൻ, ആചരിക്കാൻ അവരെ പഠിപ്പിക്കും എന്നാണ്. ഞാൻ പഠിപ്പിച്ചവയൊക്കെ ആചരിക്കാൻ അവരെ പഠിപ്പിക്കുമെന്ന്. അതുകൊണ്ടാണ് അവരെ കൂദാശ ജീവിതത്തിലേക്ക് നയിക്കണം എന്ന് പറഞ്ഞത്. ഈശോ കോൺക്രീറ്റ് ആയിട്ട് ഒരു കൂദാശ കാര്യത്തിൽ ഇത് എടുത്തു പറയുന്നു. പരിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ, അതായത് സഭയായി സമ്മേളിക്കുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇതാചരിക്കും. അവിടുത്തെ കാര്യം ഇത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമല്ല, ഈ ബലിക്കകത്ത് എല്ലാമുണ്ട്. ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബലിയിൽ നടക്കുന്നതിന്റെ എക്സ്റ്റൻഷൻസ് ആണ് ബാക്കി കൂദാശകൾക്കകത്തൊക്കെ നടക്കുന്നത്. ബലിയിലെ ബന്ധത്തിന്റെ മാനുഷിക രൂപമാണ് വിവാഹം. ബലിയിലെ എന്താ പറയാ, പാപമോചനത്തിന്റെ അതിന്റെ സെപ്പറേറ്റ് രൂപമാണ് കുമ്പസാരം. അതിനകത്ത് തന്നെ ഉണ്ടല്ലോ ഇത്. അങ്ങനെ എല്ലാ സൗഖ്യം, ബലിയിൽ നൽകപ്പെടുന്ന സൗഖ്യം, അതുപോലെ എല്ലാ കാര്യങ്ങളും, എല്ലാ കൂദാശകളുടെ കാര്യം, പൗരോഹിത്യം ബലിയിൽ ഇൻവോൾവ് ആണ്. അപ്പം അതിനെയൊക്കെ ഒരർത്ഥത്തിൽ പരിശുദ്ധ കുർബാനയ്ക്കകത്ത് ഇതെല്ലാം ഇങ്ങനെ കൂടിച്ചേരുന്ന പോലെ നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ടാണ് കർത്താവ് ആ കോണ്ടെക്സ്റ്റിൽ അത് കൃത്യമായി പറയുന്നത്. ഞാൻ ഇപ്പോൾ ചെയ്തത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ആചരിക്കണം. എന്നിട്ട് കർത്താവ് വീണ്ടും പറഞ്ഞു, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതെല്ലാം അനുസരിക്കാൻ, ആചരിക്കാൻ അവരെ പഠിപ്പിക്കും. എല്ലാം എന്നാണ്, എല്ലാം അവരെ പഠിപ്പിക്കുവിൻ എന്നാണ്. എന്ന് വെച്ചാൽ ഈ കേട്ടവരാണ് ആ പഠിപ്പിക്കേണ്ട ആളുകൾ, അതിന്റെ പ്രബോധകർ. അവരാണ് അധ്യാപകർ, അവരാണ് പഠിപ്പിക്കേണ്ടവർ. പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കൽ മാത്രമല്ല, ചെയ്യിപ്പിക്കേണ്ടവർ എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ ഒരു കൊച്ചിനെ നല്ല ശീലം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുക എന്ന് മാത്രമാണ് അതിന്റെ അർത്ഥം. നിങ്ങളുടെ കൊച്ചിനെ ധാർമ്മികതയിൽ പരിശീലിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രഭാഷണം നടത്താനാണ് ഉദ്ദേശിച്ചത്. അല്ല, അവനെ ശാസിക്കാനും ശിക്ഷിക്കാനും കൂടെ നിൽക്കാനും പ്രോത്സാഹിപ്പിക്കാനും ചെയ്യിപ്പിക്കാനും ഉള്ള ദൗത്യമാണ് പഠിപ്പിക്കുവിൻ എന്ന് പറയുമ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ മെത്രാന്മാരുടെ അധികാരം, സ്ലീഹന്മാരുടെ ദൗത്യം, അധികാരം, ഇത് കർത്താവ് നേരിട്ട് അവർക്ക് പകർന്നു നൽകിയതാണ്. അത് പലതവണ ആവർത്തിച്ച കർത്താവ് ഏറ്റവും അവസാന ഒടുവിൽ അവരോട് വളരെ പച്ചയായിട്ട് പറയുകയാണ്, ഈ ദൈവജനം നിങ്ങൾ വിളിച്ചു കൂട്ടുന്ന ജനത്തെ ചുമ്മാ ഇങ്ങനെ ഫ്രീലാൻസർ എന്ന പോലെ അവിടെ ഇവിടെ പ്രസംഗിച്ചങ്ങ് നടന്നുപോയ പോരാ. നിങ്ങൾ പ്രസംഗിച്ച് മാനസാന്തരപ്പെട്ട് വിളിച്ചു കൂട്ടുന്നവരെ ഞാൻ പഠിപ്പിച്ചതെല്ലാം ചെയ്യാൻ പരിശീലിപ്പിക്കണം, പഠിപ്പിക്കണം, ചെയ്യിപ്പിക്കണം. എന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെ മേൽ അധികാരം ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഈ പൗരോഹിത്യത്തിന്റെ അധികാരം അത് മിശിഹ സ്ഥാപിച്ചതാണ്. ഞാൻ പലതവണ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയണ്ട, എന്നാൽ ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ കേൾക്കുമ്പോഴത്തേനുണ്ടല്ലോ ഇത് ഭയങ്കര ക്ലറിക്കലിസം ആണോ എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. ഇത് ക്ലറിക്കലിസം ആണ് എങ്കിൽ കർത്താവ് അങ്ങനെയാ സ്ഥാപിച്ചതെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഈശോ അങ്ങനെയാ സ്ഥാപിച്ചത്, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി അതിന്റെ കൂടി ചേർത്ത് പറയേണ്ട കാര്യം എന്താണ്? ഈശോ എന്തിനു സ്ഥാപിച്ചു എന്നുള്ളതാണ്. അത് ക്ലറിക്കലിസം ആകുന്നത് ആ പോയിന്റിലാണ്. എവിടെയാണെന്നറിയാമോ? അത് വൈദികർക്ക് വേണ്ടി സ്ഥാപിച്ചതാണെങ്കിൽ അത് ക്ലറിക്കലിസമാണ്. പക്ഷെ ആ ചെയ്യുന്നതിൻ്റെ ഒക്കെ സ്വീകർത്താക്കൾ ദൈവജനമാണ് എങ്കിൽ അതിനെ ക്ലറിക്കലിസം എന്ന് പറയാൻ പറ്റത്തില്ല. ദൈവജനമാണ് എങ്കിൽ ഒരു ബലി അർപ്പിക്കുന്നു, അല്ലെങ്കിൽ ദൈവജനത്തെ നയിക്കുന്നു, അല്ലെങ്കിൽ അപ്പൻ കൊച്ചിനെ നയിക്കുന്നു, അതിന്റെ ഉപഭോക്താവ് കൊച്ചാണോ അപ്പനാണോ? കൊച്ചാണ്. അങ്ങനെയാണെങ്കിൽ അത് അപ്പന്റെ ഒരു സ്വന്തം ഇഷ്ടം, സ്വന്തം എന്ന് പറയാൻ പറ്റത്തില്ല. കൊച്ചിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അതിന് അപ്പന്റെ സ്ഥാനത്ത് തന്നെ അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കൊച്ചിന്റെ സ്ഥാനത്ത് നിന്നിട്ട് ഒരു കൊച്ചിന് അപ്പന്റെ സ്ഥാനത്ത് നിന്ന് വേറെ കൊച്ചിനെ വളർത്താൻ പറ്റത്തില്ല. അത് അപ്പന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ലോകത്തിൽ എല്ലാ സ്ഥലങ്ങളിലും അധികാരക്രമങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ ലോകത്തിലെ ഒരു അധികാരത്തെ മാനിക്കാൻ കഴിയുകയും തിരുസഭയുടെ അധികാരത്തെ മാനിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സ്പിരിച്വൽ പ്രോബ്ലമാണ്. ശരിക്കും ആലോചിച്ച് നോക്കിയാൽ സഭാധികാരത്തെ ഭയങ്കരമായി കുറ്റപ്പെടുത്തുന്ന ആളുകൾ പലരും രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരാണ്. അവർ വളരെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അത് സഭയെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് ഒരു പ്രത്യേക പാർട്ടിയുടെ ആൾക്കാരൊക്കെയാണ് പലപ്പോഴും. പക്ഷെ ആ പാർട്ടികളൊക്കെ അച്ചടക്കത്തിന്റെ കാര്യത്തിൽ അതുപോലെ ഭീകരന്മാരാണ്. അനങ്ങാൻ തിരിയാൻ സമ്മതിക്കാത്തതുപോലെ, ഒരു വാക്ക് മാറ്റി പറയാൻ അനുവദിക്കാത്തതുപോലത്തെ അച്ചടക്കമാണ്. അതിന് കേഡർ എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കും, പാർട്ടിയുടെ അച്ചടക്കം എന്നുള്ള വാക്ക് ഉപയോഗിക്കും. നേതാക്കന്മാരെ ഭയങ്കര ബഹുമാനത്തോടൊക്കെ അവർ ചെയ്യത്തുള്ളൂ. അതിന് പ്രോട്ടോകോൾ എന്ന കാര്യമൊക്കെ പറയും. ഇതൊക്കെ ഓക്കെയാണ്. പക്ഷേ തിരുസഭയിൽ അതൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നത് അതൊരു സ്പിരിച്വൽ പ്രോബ്ലമാണ്. അത് സഭയെ, വിശ്വാസത്തെ മനസ്സിലാക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. അത് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അതൊരു കുഴപ്പമില്ല, അതൊരു കുറവായിട്ട് തോന്നുകയില്ല. ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെ സംബന്ധിച്ച് എൻ്റെ മേലധികാരി അനുസരിക്കുക എന്ന് പറയുന്നത് ഒരു 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 കുഴപ്പമായിട്ട്, നാണക്കേടിന്റെ വിഷയമായിട്ട് തോന്നാത്തതിന്റെ കാരണം അതൊരു സ്പിരിച്വൽ കാര്യമാണെന്ന് മനസ്സിലാകുന്നത് കൊണ്ടാണ്. അത് മനസ്സിലാകാത്ത ആളുകളെ സംബന്ധിച്ച് ചുമ്മാ അധികാരക്രമം. അപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് അത് അത്ഭുതപ്പെടണേ. ഒരു ഭൗമിക അധികാരത്തിന്, ഒരു ചെറിയ ഭൗമിക അധികാരത്തിന് അവന്റെ ഒരു ലോക്കൽ ലീഡറിനെ അവൻ അനുസരിക്കും. അങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യന്
മിശിഹ സ്ഥാപിച്ച തിരുസഭയുടെ അധികാരക്രമത്തെക്കുറിച്ച് പറയുമ്പം അത് ക്ലറിക്കലിസമാണ്, വൈദിക മേധാവിത്വമാണ് എന്ന് തോന്നണ്ടെങ്കിൽ അതിനകത്ത് പ്രശ്നമുണ്ട്, സ്പിരിച്വൽ പ്രോബ്ലം ഉണ്ട്. അത് തിരിച്ചറിയുന്നില്ല, ഇത് എന്താണ് സംഭവം എന്ന് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തെ പച്ചയായ സത്യം. പച്ചയായ സത്യം അതാണെന്ന് നമ്മൾ അറിയണം. അത് നമുക്കങ്ങനെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കണം. അതിനെ സ്നേഹത്തോടെ കാണുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ പറ്റുക. ഒരു രാഷ്ട്രീയ സംവിധാനം പോലെയല്ലോ, നമ്മുടെ ആത്മാവിന്റെ നന്മയ്ക്ക് വേണ്ടിയും ഒക്കെയാണ്. ഇനി അവർ ചെയ്യുന്ന ശുശ്രൂഷകൾ, നമ്മളെ നയിക്കുന്നത്, വളർത്തുന്നത്, പാപം മോചിക്കുന്നത് എല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാണ്. നേതൃത്വത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ ആളില്ലാതെ വരുന്ന സമയത്താണ് അരാജകത്വം ഉണ്ടാവുക. ഇനി ചിലപ്പോൾ ചില ആളുകളൊക്കെ ഈ അടുത്ത ഇടയ്ക്കൊക്കെ എല്ലാം ഞങ്ങൾ വോട്ടിട്ട് തീരുമാനിക്കാം, ഞങ്ങൾ അങ്ങോട്ട് ഭരിക്കട്ടെ, ജനാധിപത്യം വരട്ടെ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ജനാധിപത്യം സംവിധാനം ഈശോ സഭയിൽ സ്ഥാപിച്ചില്ല. ഈശോ തന്റെ അപ്പസ്തോലന്മാരെ നേരിട്ട് തെരഞ്ഞെടുത്തിട്ട് അങ്ങ് നിയമിക്കുകയാണ് ചെയ്തത്. നിങ്ങളാണ് സ്ലീഹന്മാർ, നിങ്ങളെ കൈവപ്പ് വഴിയാണ് നടക്കുക. സ്ലീഹന്മാർ അങ്ങനെയാണ്. സുവിശേഷ വിശുദ്ധത്തിൽ മുഴുവൻ നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെ. ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ മെത്രാനെ വിളിക്കട്ടെ. ആ മെത്രാനെ തെരഞ്ഞെടുക്കുന്ന സംവിധാനം ഈ 12 അപ്പസ്തോലന്മാർ കൂടി ഇരുന്നിട്ടാണ് അടുത്ത മെത്രാനെ തെരഞ്ഞെടുക്കുന്നത്. ഒരാളെ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ അവരാണ്. ഇതാണ് മിശിഹ സ്ഥാപിച്ച സംവിധാനം. ഈശോ എങ്ങനെയാണ് ചെയ്തത്? ഈശോ പിതാവിനോട് ആലോചിക്കുന്നു, എന്നിട്ട് അപ്പം ആലോചന ചോദിക്കേണ്ട മുകളിലേക്ക് ചോദിക്കുകയും എന്നിട്ട് അത് തീരുമാനിക്കുകയും ചെയ്യുന്നതാണ് കർത്താവ് സ്ഥാപിച്ച സംവിധാനം. നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിന്റെ ഹൈരാർക്കിക്കൽ ഘടനയെന്ന് പറയുന്നത്. അതിനെ നമുക്കിഷ്ടമില്ലെങ്കിൽ നമ്മുടെ കുഴപ്പം മാത്രമാണ്. മിശിഹ സ്ഥാപിച്ച സഭ അങ്ങനെയാ ഇരിക്കുന്നതെന്നുള്ളതാണ് അതിന്റെ സത്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതെല്ലാവരും കൂടി വോട്ടിനിട്ട് ചെയ്യുക എന്നുള്ളത് ഒരു സെക്കുലർ ജനാധിപത്യത്തിലെ കാര്യമാണ്. അവിടെ പോലും നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഒരു സെക്കുലർ ജനാധിപത്യത്തിൽ പോലും പ്രോപ്പർ ജനാധിപത്യം ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന്, ഇന്ത്യയിൽ ഒരു പ്രത്യേക കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ജനത്തിന് അവകാശമുണ്ടോ? ഇല്ല. ആർക്കും അവകാശമുള്ളൂ? തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന ആ ആളുകൾക്ക് മാത്രമേ അവകാശമുള്ളൂ. പാർലമെന്റിലോ നിയമസഭയിലോ ഇരിക്കുന്ന ആ എണ്ണപ്പെട്ട ആളുകൾ മാത്രമാണ് തീരുമാനം എടുക്കുക. അല്ലാണ്ട് നമുക്ക് ഇതിനകത്ത് എല്ലാം പറയാനുണ്ടോ? ഇപ്പൊ ഉദാഹരണത്തിന് വിദ്യാഭ്യാസ സംവിധാനം മാറ്റാൻ പോവുകയാണ്. നമ്മളിവിടെ കിടന്നെല്ലാം തെരുവുകൂടെ പ്രസംഗം കൊടിയും പിടിച്ച് നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. തീരുമാനം എടുക്കേണ്ടത് ആരാണ്? അവരാണ്. അപ്പൊ ശരിക്കും ജനാധിപത്യമുണ്ട്. ഓരോ കുഞ്ഞു കാര്യത്തിനകത്ത് നമ്മളോടല്ലോ ആലോചന ചോദിക്കും, നമ്മൾ തെരഞ്ഞെടുത്തു. അപ്പൊ ജനാധിപത്യത്തിന്റെ ആദ്യഘട്ടത്തിൽ മാത്രമാണ് ജനത്തിന് പങ്കാളിത്തമുള്ളത്. ഡിസിഷൻ മേക്കിങ്ങിനകത്ത് സത്യത്തിലില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. ഒരു സെക്യുലർ ജനാധിപത്യത്തിൽ പോലും അങ്ങനെ ഇല്ല എന്നത് അംഗീകരിക്കാൻ കഴിയുന്ന നമുക്ക് പരിശുദ്ധ സഭയിൽ അങ്ങനെയൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നതിനകത്ത് വലിയ അപകടമുണ്ട്. കാരണം എന്താ പറയുക, ഇതിനകത്ത് വ്യത്യാസം ഞാൻ ഇതിന്റെ ഒരു തീവ്രവശത്തെക്കുറിച്ച് പറയുന്നതല്ല. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, തിരുസഭ അതുകൊണ്ടാണ് മിശിഹായുടെ അനന്തജ്ഞാനം കൊണ്ട് ആളുകളെ ബാല്യത്തിലെ വിളിച്ച് പരിശീലനം നൽകി ലോകത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് അഭിഷേകം നൽകി അവരെ ആ കാര്യത്തിന് മാത്രമായി നിയോഗിക്കുന്നത്. അവരുടെ ജീവിതം മുഴുവനും അതിനായി നിയോഗിക്കുന്നു. നോക്കി, അത്രയും പ്രിപ്പറേഷൻ നടത്തിയ ഒരു സംവിധാനം വേറെ ലോകത്തൊരു സ്ഥലത്തും ഇല്ല. വളരെ മാനുഷികമായി പറഞ്ഞാൽ അങ്ങനെ ഒരു സംവിധാനം നമുക്ക് നേതൃത്വത്തിൽ ഉണ്ടായിരിക്കെ അതിനെ എന്തുകൊണ്ട് നമ്മൾ ഡിസോൺ ചെയ്യണം? അങ്ങനെ ഒരു സംവിധാനം നമുക്ക് ഉണ്ടായിരിക്കും. അതിനൊപ്പം വരുമോ നമ്മളൊരു 10 പേരെ നാട്ടിൽ നിന്ന് ഒരു 10 പേര് കൂടി ഒരു വോട്ടിട്ട് അപ്പൊ അവരുടെ അതുവരെ കണ്ടു കേട്ടോ, അല്ലെങ്കിൽ കൊള്ളാം ഇവർ ഇതുപോലത്തെ സുദീർഘമായ ഒരു പരിശീലനത്തിനെങ്കിലും സന്നദ്ധരാകണം. അതിന് റെഡിയാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് അങ്ങനെ ഒരു കാര്യത്തിലാണെങ്കിൽ അത് കുറച്ചുകൂടെ റീസണബിൾ ആണ്. ഇപ്പൊ ഒരു കാര്യത്തിനകത്തൊരു ആലോചന ചോദിക്കുമ്പം അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളോട് വേണ്ട. ഇപ്പൊ തന്നെ ലിറ്റർജിക്കൽ ചർച്ച നടക്കും. ലിറ്റർജിയെക്കുറിച്ച് അറിയാവുന്ന ആളുകളുടെ അടുത്തല്ലേ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അതിനെക്കുറിച്ച് യാതൊരു ധാരണ ഇല്ലാത്തൊരു മനുഷ്യന്റെ അടുത്ത് എങ്ങനെയാ ലിറ്റർജിക്കൽ ചർച്ച നടത്താൻ പറ്റുന്നത്? ഒരു അഡ്വക്കേറ്റിന് അല്ലെങ്കിൽ ഒരു ജഡ്ജിക്ക് ലീഗൽ വിഷയം ഒരു കർഷകന്റെ അടുത്ത് കൊണ്ട് എങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റും? ഇറ്റ്സ് ഇമ്പോസിബിൾ. ഓക്കെ, ഈ പറയുന്ന കാര്യം സാധ്യമാകണമെങ്കിൽ ആദ്യം വേണ്ടത് അതിനുള്ള ഒരുക്കമാണെന്നുള്ളതാണ് അതിന്റെ കാര്യം. അതൊരാളുടെ വെറും ബുദ്ധിയുടെ കാര്യമല്ല, ഒരു ഡീപ്പായിട്ടുള്ള ഒരു തിയോളജിക്കൽ പരിശീലനം നേടിയ ഒരാൾ, ഒരു 5-8 വർഷത്തെ ദൈവശാസ്ത്ര പരിശീലനം നേടിയ സഭയെക്കുറിച്ച്, സഭാ നിയമങ്ങളെക്കുറിച്ചൊക്കെ ആഴത്തിൽ പഠിച്ചറിഞ്ഞ ആളുകളെ ഒരു അഭിപ്രായ സമന്വയത്തിനൊക്കെ ചർച്ചയ്ക്ക് കൂട്ടുന്നത് ഉചിതമാണ്. ഇനി പലപ്പോഴും അതൊന്നും ഇല്ലാതെ പോലും സഭാ നേതാക്കന്മാർ, അഭിനന്ദ പിതാക്കന്മാരൊക്കെ ആണെങ്കിലും എല്ലാ കാര്യത്തിലും ദൈവജനത്തോട് അഭിപ്രായം ചോദിച്ചിട്ടല്ല കാര്യം ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് വേണ്ടതെങ്കിൽ പോലും ചെയ്യുന്നത് അങ്ങനെയാണ്. എല്ലാ കുഞ്ഞു കാര്യത്തിനകത്ത് ഒരു പങ്കാളിത്തം ഉണ്ടെന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്കറിയണം, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന. അപ്പൊ സഭയുടെ കമ്മീഷനുകൾക്കകത്ത് പോലും, ആരാധനാക്രമത്തിന്റെ കമ്മീഷനകത്ത് പോലും അൽമാരുണ്ട്. അവരെന്ത് കരുതുന്നു എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവർ. പക്ഷെ അവർക്ക് പോലും നല്ല അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്ന എന്ത് വേണം? ഇത്രയും ഒരുക്കം വേണം. അപ്പൊ ആ സമയത്ത് കർത്താവ് പരമേൽപ്പിച്ചിരിക്കുന്നത് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള സംവിധാനവും കൂടെ കർത്താവ് തന്നെ വെച്ചു.
ഈശോയുടെ കൂടെ നടന്നവരിൽ നിരന്തരം നടന്ന 12 പേരെയാണ് കർത്താവ് തന്നെ പൗരോഹിത്യത്തിലേക്ക് ചേർത്തത്. നിരന്തരം കൂടെ ഉണ്ടായിരുന്ന 12 പേർ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ ഓർക്കണം. പൗലോസ്ലീഹായെ എടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? 14 വർഷം പൗലോസ്ലീഹയ്ക്ക് കർത്താവ് നേരിട്ട് പരിശീലനം നൽകുകയാണ്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. മിശിഹ കൽപ്പിച്ചവയെല്ലാം ആചരിക്കാൻ അവരെ പഠിപ്പിക്കണമെങ്കിൽ ആ പഠിപ്പിക്കുന്ന ആളുകൾക്ക് മിശിഹ എന്ത് കൽപ്പിച്ചു എന്ന് കൃത്യമായി അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചാണെങ്കിലും കുറച്ച് ദൈവശാസ്ത്ര പഠനം, ഈ വിശ്വാസത്തിന്റെ പഠനം, ഇതൊക്കെയാണ് നമ്മളെ നല്ല ശുശ്രൂഷകരാക്കി മാറ്റുകയുള്ളൂ. ഇനി അടുത്തത് എന്താണ്? പരസ്നേഹത്തിന്റെയും ഭക്തിയുടെയും പ്രേക്ഷിതത്വത്തിന്റെയും എല്ലാ പ്രവൃത്തികളിലേക്കും ജനത്തെ ആകർഷിക്കണം. ഇതൊക്കെ സഭയുടെ ദൗത്യമാണ്. ആരാധനാക്രമത്തിന് മുന്നേ പോകുന്ന ദൗത്യങ്ങളാണ് ഇതൊക്കെ. അടുത്തത് എന്താണ്? പരസ്നേഹത്തിന്റെയും ഭക്തിയുടെയും പ്രേക്ഷിതത്വത്തിന്റെയും എല്ലാ പ്രവൃത്തികളും. പരസ്നേഹത്തിന്റെ പ്രവൃത്തികൾ എന്ന് വെച്ചാൽ വിശ്വാസം എന്ന് പറഞ്ഞ ഹൃദയത്തിൽ മാത്രമല്ല, അനുദിന ജീവിതത്തിലെ സുവിശേഷാത്മക വിശ്വാസ പ്രവർത്തനങ്ങൾക്കകത്തേക്ക് പങ്കുചേർക്കണം. ഒന്ന്. രണ്ടാമത്തത് ഭക്തി. എന്താ പറയാ, വിശ്വാസത്തോടിലേക്ക് നമ്മളെ നയിക്കുന്ന ദൈവത്തോടുള്ള ഭയവും സ്നേഹത്തിന്റെ ബന്ധവുമാണ് ഭക്തി എന്ന് പറയുന്നത്. അതിലേക്ക് നയിക്കണം. അതുപോലെ പ്രേക്ഷിതത്വം, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം, അതിലേക്ക് നയിക്കണം എന്നുള്ളത് ഈ സഭയുടെ തലവന്മാരുടെ ദൗത്യമാണ്, സ്ലീഹന്മാരുടെ മെത്രന്മാരുടെ ദൗത്യമാണ്. ഇനി അടുത്തത്, പ്രസ്തുത പ്രവർത്തികൾ വഴി ക്രൈസ്തവ വിശ്വാസികൾ തീർച്ചയായും ഈ ലോകത്തിൻ്റെതല്ലെന്നും പകരം ലോകത്തിന്റെ വെളിച്ചമാണെന്നും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുവെന്നും ലോകത്തിന് മുമ്പാകെ തെളിയിക്കണം. അങ്ങനെ ചെയ്യുന്ന വഴി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തെളിയിക്കണം. ആ മഹത്വപ്പെടുത്തലാണ് ദൈവാരാധന. ഇത്രയും ചെയ്ത വഴിക്കാണ് നമ്മൾ ദൈവാരാധനയിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ ഈ കൗൺസിലിൽ ആരാധനാക്രമ ജീവിതം സഭയുടെ ഏക പ്രവൃത്തിയല്ല എന്ന് പറയുന്നത്. അതിലേക്ക് നയിക്കൽ എന്ന് പറയുന്ന മറ്റൊരു വലിയ വശം അതിന് മുൻമേ നിൽക്കുന്നുണ്ട് എന്ന് മാത്രമാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ആ ഭാഗം വായിച്ചിട്ട് തെറ്റിദ്ധരിക്കരുത് എന്നാണ് പറഞ്ഞു വന്നത്. ഇനി അടുത്തത് എന്താണ്? ഇത് കോംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അതിന്റെ അടുത്ത പാരഗ്രാഫൂടെ പറയണം. അടുത്ത പാരഗ്രാഫ് എന്നറിയാം. എന്നാലും സ്റ്റിൽ ഒരു ബട്ട് വെച്ചിട്ട് അതിന്റെ മറുവശം പറയാണ്. ആരാധനാക്രമമാണ് സഭയുടെ പ്രവർത്തനം ലക്ഷ്യം വെച്ചിരിക്കുന്ന അത്യുച്ച സ്ഥാനവും അതോടൊത്ത് അവളുടെ ശക്തി മുഴുവൻ നിർഗളിക്കുന്ന ഉറവിടവും. അതിൻ്റെ ഉച്ചസ്ഥാനവും ഉറവിടവും ഉച്ചസ്ഥാനവും ആരാധനാക്രമമാണ്. ഇത്ര നേരം പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ആരാധനാക്രമത്തിന് കുറവുണ്ടോ എന്ന് സംശയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത പാരഗ്രാഫിൽ 10ാമത്തെ പാരഗ്രാഫിൽ ഈ ദൈവാരാധന കോൺസ്റ്റിറ്റ്യൂഷന്റെ 10ാമത്തെ പാരഗ്രാഫിൽ അത് ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: ആരാധനാക്രമമാണ് തിരുസഭയുടെ പ്രവർത്തനം ലക്ഷ്യം വെച്ചിരിക്കുന്ന അത്യുച്ച സ്ഥാനം. നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു, തിരുസഭയുടെ മുമ്പ് പറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഗോൾ എവിടെയാണ്? ആരാധനാക്രമത്തിൽ എത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രൊട്ടസ്റ്റന്റ് ശുശ്രൂഷകരുടെ അധ്വാനങ്ങളും ഒക്കെ ലക്ഷ്യപ്രാപ്തി നേടുന്നില്ല എന്ന് പറയുന്നത്. ഇനി സെക്റ്റുകളെ സംബന്ധിച്ചാണെങ്കിലോ, അവർ ആ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു പോലില്ല. അവരിവിടെ നടത്തുന്ന ഏതാണ്ട് ആൾക്കൂട്ടവും കുറച്ച് പാട്ടും ഡാൻസും പാട്ടും ഏതാണ്ട് പ്രാർത്ഥനകളും ഒക്കെ ആയാൽ ഒരു ആത്മസംതൃപ്തി ഉണ്ടായിക്കോളും എന്ന് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇത് കേട്ടിട്ടാണ് ഒത്തിരി ആളുകൾ അതിന്റെ പുറകെ പോകുന്നത്. ആ സെക്റ്റുകളിലൊക്കെ ചെന്ന് എന്തൊക്കെയോ കേൾക്കുന്നു, ചില അത്ഭുതങ്ങളെ കാണുന്നു, ഒരു പ്രത്യേക നിർവൃതിയൊക്കെ തോന്നുന്നു. ഈശോയെക്കുറിച്ചാണല്ലോ പറയണമെന്നൊക്കെ കേൾക്കുന്നു, ഈശോ ഒരു ഒത്തിരി സ്നേഹിക്കുന്ന ദൈവമാണല്ലോ എന്നൊക്കെ പരമാവധി അത് അറിഞ്ഞെന്നിരിക്കും. ഇതുമായിട്ട് അവർ പോവുകയാണ്. സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഈ സെക്റ്റുകളും ഇങ്ങനത്തെ ഗ്രൂപ്പുകളും ദൈവജനത്തെ നയിക്കുന്നവർ എന്നതിനേക്കാൾ വഴിതെറ്റിക്കുന്നവർ ആണ് എന്ന് നമ്മൾ അറിയേണ്ടത്. വഴിതെറ്റിക്കുന്നവരാണ്. അതുകൊണ്ടാണ് കർത്താവ് പലതവണ ആട്ടിൻ തൊഴുത്തിലേക്ക് കവാടത്തിലൂടെ അല്ലാതെ പ്രവേശിക്കുന്നവരെ കുറിച്ച് പറഞ്ഞത്. കവാടത്തിലൂടെ അല്ലാതെ പ്രവേശിക്കുന്നവർ, മിശിഹായുടെ പൗരോഹിത്യമാകുന്ന കവാടത്തെക്കുറിച്ചാണ്. ബലിയർപ്പിക്കുന്ന ഈശോ പറയാണ്, ഞാനാണ് കവാടം. ഈ ഞാൻ ആരാണ്? നിങ്ങൾക്കായി ബലിയർപ്പിക്കുന്ന ബലിയർപ്പകനാണ്, ബലിവസ്തുവാണ് ഞാൻ. ആ ബലിയർപ്പിക്കുന്ന ബലിവസ്തുവാകുന്ന കവാടത്തിലൂടെ അല്ലാതെ പ്രവേശിക്കുന്നവനെ കുറിച്ചാണ് പറയുന്നത്. ബലിയർപ്പകനാകുന്ന ഈശോ പറയാണ്, ഞാനാണ് കവാടം, ഞാനാണ് വാതിൽ, ഞാനാണ് ആടുകളുടെ വാതിൽ. ഈ വാതിൽ ആകുന്ന ഞാൻ ആരാണ്? ശരിക്കും ഞാൻ നിങ്ങളുടെ പാപങ്ങൾ സംവഹിച്ച് നിങ്ങൾക്കായി ബലിയർപ്പിക്കുന്ന ബലിയർപ്പകനാണ്. ഈശോയുടെ ആ പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷയിലൂടെ അല്ലാതെ കടക്കുന്നവരെ കുറിച്ചാണ് ഈ പറയുന്നത്. കവർച്ചക്കാരുമാണ്. കാരണം എന്താണ്? അവന്റെ ലക്ഷ്യം അവൻ ആവശ്യമുള്ളത് എടുത്തുകൊണ്ട് പോകുക എന്നുള്ളതാണ്. ഈ കവാടത്തിലൂടെ കടക്കുന്നവൻ ലക്ഷ്യം എന്താണ്? മിശിഹായ്ക്ക് വേണ്ടി ആത്മാർപ്പണം നടത്തുക എന്നുള്ളതാണ്. ദൈവജനത്തെ മിശിഹായിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. മറുവശത്ത് എന്താണ്? ഈ സെക്റ്റുകളിലൊക്കെ സംഭവിക്കുന്നത് കണ്ടിട്ടില്ലേ? എല്ലാ ഗ്രൂപ്പുകളും ആളുകളെ കൂട്ടും, അവരുടെ പണം കൊണ്ട് അവർ ജീവിക്കും, അവരുടെ സംവിധാനങ്ങൾ വളർത്തും, എന്നിട്ട് അതിന്റെ തലവന്മാരൊക്കെ ആയിട്ട് അവരങ്ങ് ജീവിക്കും. ഇതാണ് ഈ സെക്റ്റുകളത്. പലപ്പോഴും എനിക്ക് ഭയങ്കര പരിതാപം തോന്നാറുണ്ട്. കത്തോലിക്ക സഭയിൽ നിന്ന് പല കാര്യത്തിൽ ചാടിപ്പോകുന്ന ആളുകൾ ചെന്ന് ചേരുന്ന എവിടെയാണെന്ന് പറയും.
ഏതെങ്കിലും പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പിൽ ചെന്ന് ചേരും. ആ പള്ളിയിൽ അച്ഛന് ഭയങ്കര പിരിവാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോഴത്തെ സ്ഥിതി എന്താണെന്നറിയാമോ? അവിടെ നിർബന്ധമാണ് ദശാംശം കൊടുക്കുക. അത് ആർക്കാ കൊടുക്കേണ്ടത്? ആ ചേട്ടനാണ് കൊടുക്കേണ്ടത്. ആ ചേട്ടനാണ് കൊടുക്കേണ്ടത്, അല്ലാണ്ട് പള്ളിക്കല്ല, സഭയ്ക്കല്ല, ചേട്ടനാണ് കൊടുക്കേണ്ടത്. ഇനി കൊടുക്കേണ്ട ദശാംശം എങ്ങനെയാ? കൃത്യമായിട്ട് കൊടുക്കണം. ആദ്യം അവർ ആ രോഗികളെ സന്ദർശിക്കാനൊക്കെ വരും, അവിടെ കൊടുക്കും, അവരെ ഒന്ന് കാണുകയും ഒക്കെ ചെയ്യും. പക്ഷെ ഇനി അത് എങ്ങനെ കൊടുക്കണം നിങ്ങൾക്കറിയാമോ? ഇപ്പൊ ഒരാളുടെ ഒരു സ്ഥലം വിറ്റിട്ട് വേറെ സ്ഥലം മേടിക്കുകയാണ്. വിൽക്കുന്നതിന്റെയും 10% കൊടുക്കണം, മേടിക്കുമ്പോൾ അതിന്റെയും 10% കൊടുക്കണം. ഇത് ആർക്കാ കൊടുക്കേണ്ടത്? ഈ ആൾക്കാണ് കൊടുക്കുന്നത്. ആൾക്കാണ് കൊടുക്കുന്നത്. അത് നിർബന്ധമായും കൊടുക്കണം. എംബർ ഇമ്മാനുവൽ അവരെന്ത് ചെയ്യണം ആവശ്യപ്പെടുമെന്ന് അറിയാമോ? നിങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് ഇവിടെ കൊണ്ട് തന്നെ നിർബന്ധമാണ്. അവർക്കുള്ള സ്വത്തെല്ലാം വിറ്റ് ഇവർ കൊണ്ടുപോകും. പിന്നെ അത് അവരെ അധികാരത്തിൽ, പിന്നെ അവർ കൊടുക്കുന്നതനുസരിച്ചാണ് ഇവർ ജീവിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പസ്തോല പ്രവർത്തനത്തിന് അതുപോലെ ഉണ്ടല്ലോ എന്ന ന്യായവും പറയും. സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടുന്ന് പള്ളിയിൽ ഒരു 500 രൂപ നേർച്ചയിടാനായിട്ട് ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇവിടുന്ന് ചാടിയിട്ട് അവിടെ പോയി ചെല്ലുന്നത്. അച്ഛൻ അവിടെ ഭയങ്കര പിരിവാണ്, പള്ളി അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് ചാടിയിട്ട് അവിടെ ചെല്ലുന്നത്. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണം. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണം. ഇത് ഭയങ്കര സങ്കടകരമായ ദുഃഖകരമായ കാര്യമാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു തിരുനാളിന് ഒരു 500 രൂപ പിരിവെന്ന് പറയുമ്പോഴത്തേനും എന്നും പറഞ്ഞിട്ട് ചാടി തുള്ളിയിട്ട് പോകുന്ന ആളുകൾ അവിടെ ചെന്നിട്ട് കൃത്യമായി കണക്ക് പറഞ്ഞ് ദശാംശം കൊടുക്കുന്ന എത്ര ആളുകളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് അറിയും. എത്ര ആളുകളെ കണ്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എന്താണ് ഈ കാണിച്ചതെന്ന് അവരോട് നമുക്ക് ചോദിക്കാൻ തോന്നും. എന്തായിരുന്നാലും പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ഇതിന്റെ ഉച്ചസ്ഥാനം ആരാധനാക്രമമാണ്. പരിശുദ്ധ സഭയുടെ എല്ലാ പ്രവർത്തനവും ലക്ഷ്യം വെക്കുന്നത് ഈ ആരാധനാക്രമം. അത് മാത്രം അവർക്കില്ല. അത് മാത്രം ഈ സെക്റ്റുകളിലും പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകൾക്കകത്തും നഷ്ടമാകും. എന്നിട്ടോ ഇനി രണ്ടാമത്തെ എന്താണെന്ന് അറിയാമോ? അവളുടെ ശക്തി മുഴുവൻ നിർഗളിക്കുന്ന ഉറവിടവും ആരാധനാക്രമമാണ്. തിരുസഭയുടെ ശക്തി ആരാധനാക്രമത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ആരാധനാക്രമത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉറവിടം അവിടെയാണ്. അപ്പൊ നോക്കിക്കേ, ആരാധനാക്രമം ഇല്ലാത്ത ഒരു ഗ്രൂപ്പിന് ഈ ഉറവയുണ്ടാവില്ല. ഇത് ശരിക്കും സത്യത്തിൽ അറിയാവുന്ന എല്ലാവർക്കും അത് ബോധ്യമുണ്ട്. നിങ്ങൾക്കറിയാവോ, ഈ എംബർ ഇമ്മാനുവൽ അവര് ട്രാപ്പ് ചെയ്ത ചില വൈദികരെ കൊണ്ട് അവിടെ അവരുടേതായ വിധത്തിൽ കുർബാന ഏൽപ്പിക്കുന്നുണ്ട്. എംബർ ഇമ്മാനുവലിനകത്തെ സഭയെ നിഷേധിക്കുന്ന ആ സ്ഥലത്ത് ലത്തീൻ കാപ്പയൊക്കെ ഇടിപ്പിച്ചിട്ട് കുർബാന ഏൽപ്പിക്കും. എന്ത് കുർബാനയാ ചെല്ലുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ശൈഹിക ക്രമമില്ലാതെ ഈശോ സ്ഥാപിച്ചത് അപ്പസ്തോലന്മാർക്കായിരിക്കെ ഒരച്ഛനെ കിട്ടിയപ്പോൾ അച്ഛന്റെ അടുത്ത് അതുണ്ട് എന്ന് തോന്നിയിട്ടാണ് ആ അച്ഛനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കണം. കൂട്ടായ്മയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വൈദികൻ 12 അപ്പസ്തോലന്മാരിൽ നിന്ന് ഇറങ്ങിപ്പോയ ആ ആളെ പോലെ തന്നെയാണ്. അവിടെ നിന്ന് ഇത് നേടുന്നത് പോലെ കാണിച്ച ആളുകളെ കബളിപ്പിക്കാമെന്നാണ് ഈ മനുഷ്യൻ പറയുന്നത്. അങ്ങനെ ഒരാളെ വെച്ച് അങ്ങനത്തെ ഒരു ആംബിയൻസ് ഉണ്ടാക്കി കുർബാനയെ പോലെയൊക്കെ ചൊല്ലി അപ്പൊക്കെ കൊടുത്ത് ആളുകളെ കബളിപ്പിക്കാമെന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇതിന്റെ അന്തസത്ത എന്താണെന്ന് പോലും അറിയാത്ത പാവങ്ങൾ നേരെ അവിടെ പോയിരുന്നിട്ട് ഇവിടെ എന്താണ്ട് വേറൊരു കുർബാന ഉണ്ട്, അച്ഛനൊക്കെ ആണല്ലോ, ഒരു ഫാദർ സോൻസോ എന്നൊക്കെ പേരൊക്കെ പറഞ്ഞിട്ട്. ഇതിന്റെ അന്തസത്തയെക്കുറിച്ചുള്ള അജ്ഞത നമ്മൾ പഠിപ്പിക്കണം. നമ്മൾ നിരന്തരം ആളുകളെ പഠിപ്പിക്കണം. നമ്മുടെ ഇടവകളിലൊക്കെ ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിപ്പിക്കാത്തതുകൊണ്ടാണ് ഈ ആളുകളൊക്കെ പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ ആളുകളൊക്കെ വഴിതെറ്റി പോകുന്നത്. അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടുമല്ല. നമ്മുടെ ആളുകൾ എല്ലാ സാഹചര്യങ്ങളിലും വഴിതെറ്റി പോകുന്നത് വേണ്ടത്ര പ്രബോധനം കിട്ടാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് വിശുദ്ധത്തിലൊക്കെ പ്രബോധനം ലഭിച്ചില്ലെങ്കിൽ ദൈവജനം തകർന്നു പോകുന്നതിനെ കുറിച്ച്, ഇടയനെ അടിക്കുമ്പോൾ ആളുകൾ ചെതറുന്നതിനെ കുറിച്ച്, സത്യപ്രബോധനത്തിന്റെ അഭാവത്തിൽ ഇങ്ങനെ എന്താ പറയുക ദൈവജനം ദാഹിക്കുന്നതിനെ കുറിച്ചൊക്കെ വിശുദ്ധത്തിൽ ഒത്തിരി സ്ഥലത്ത് നമ്മൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നിട്ടോ അതാണ് അതിന്റെ ഉറവിടവും. തീർച്ചയായും ശൈഹിക പ്രവർത്തനങ്ങൾ ഉന്നം വയ്ക്കുന്നത് എല്ലാവരും വിശ്വാസവും മാമോദീസയും വഴി ദൈവമക്കളായി തീർന്ന് ഒരു സമൂഹമായി അവന്റെ സഭയുടെ മധ്യേ ദൈവത്തെ സ്തുതിക്കുന്നതിനും ബലിയിൽ പങ്കെടുക്കുന്നതിനും കർത്താവിന്റെ അത്താഴത്തിൽ നിന്ന് ഭക്ഷിക്കുന്നതിനുമാണ്. ഇതാണ് ഈശോയുടെ സ്വപ്നം. ഈശോയുടെ സ്വപ്നം എന്താണ്? എല്ലാവരും മാനസാന്തരപ്പെടണം, വിശ്വാസം സ്വീകരിക്കണം, എന്നിട്ട് മാമോസം സ്വീകരിക്കണം, അതുവഴി ദൈവമക്കളായി തീരണം, എന്നിട്ട് ഒരു സമൂഹമായി മാറണം, എന്നിട്ട് മിശിഹായുടെ സഭയുടെ മധ്യേ ദൈവത്തെ സ്തുതിക്കുന്നതിനും ബലിയിൽ പങ്കെടുക്കുന്നതിനും കർത്താവിന്റെ അത്താഴത്തിൽ നിന്ന് ഭക്ഷിക്കുന്നതിനും ഇടവരണം എന്നതാണ് ഈശോയുടെ ആഗ്രഹം. അതാണ് ഇതിന്റെ ക്രമം. ഇതിന് വളരെ ഗൗരവമാർന്ന വിഷയമാണ്. ഇനി നേരെ മറുവശത്ത് ആരാധനാക്രമം തന്നെ പെസഹ രഹസ്യങ്ങൾ വഴി പരിപോഷിതരായി ധർമ്മനിഷ്ഠയോടെ ഏകചിത്തരായി വിശ്വാസത്തിൽ കണ്ടെത്തിയവ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വിശ്വാസികളെ ഉത്തേജിപ്പിക്കുകയും മനുഷ്യരോടുള്ള കർത്താവിന്റെ ഉടമ്പടിയുടെ പരിശുദ്ധ കുർബാനയിലെ യഥാർത്ഥമായ നവീകരണം വിശ്വാസികളെ മിശിഹായുടെ ഗാഠമായ സ്നേഹത്തിലേക്ക് ആകർഷിക്കുകയും പ്രോജ്വലിപ്പിക്കുകയും ചെയ്യുന്നു.
ഞാൻ അതിൽ മുഴുവൻ വിശദീകരില്ല. മറുവശത്ത് ഈ ആരാധനാക്രമം ദൈവജനത്തെ ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ, അതായത് ധാർമ്മിക ജീവിതം നയിക്കാൻ ഏകചിത്തരായി, അതായത് എന്താ പറയാ, പ്രോപ്പറായ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏകചിത്തരായി എന്ന് പറഞ്ഞാൽ ഡിസ്ട്രാക്ടർ അല്ലാതെ ഏകാഗ്രമായി ദൈവോന്മുഖമായി ജീവിക്കാൻ, അതുപോലെ വിശ്വാസത്തിൽ കണ്ടെത്തിയവ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ ഒക്കെ സഹായിക്കുന്നത് ആരാധനാക്രമമാണ്. എന്ന് വെച്ചാൽ ഈ ഈ ഒരാളുടെ മാനസാന്തരമൊക്കെ ആരാധനാക്രമത്തിലേക്ക് നയിക്കുന്നു മാത്രമല്ല, ആരാധനാക്രമമാണ് ഒരു മനുഷ്യനെ താൻ വിശ്വസിക്കുന്നവയെ മുറുകെ പിടിക്കാനായിട്ട് സഹായിക്കുന്നത് എന്നാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇനി അടുത്തത്, അതുകൊണ്ട് ആരാധനാക്രമത്തിൽ നിന്ന്, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഒരു നീരുറവയിൽ നിന്നെന്ന പോലെ നമ്മിലേക്ക് കൃപാവരം പ്രവഹിക്കുകയും ഏറ്റവും ഫലവത്തായി മിശിഹായുള്ള മനുഷ്യരുടെ വിശുദ്ധീകരണവും ദൈവമഹത്വവും ലഭ്യമാക്കുകയും ചെയ്തു. നമ്മളിപ്പോൾ പറഞ്ഞത് വലിയൊരു വാക്കാണ്. കൂദാശകളിലൂടെ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിലൂടെ എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞത്? കൃപാവരം പ്രവഹിക്കുന്നു. കൃപാവരം പ്രവഹിക്കുന്നു. ഒരു ഉറവയിൽ നിന്ന് പ്രവഹിക്കുന്ന പോലെ കൃപാവരം പ്രവഹിക്കുന്നു. എന്താണ് കൃപാവരം? എന്താണ് ഈ പറഞ്ഞ പ്രസാദവരം? എന്താണ് കൗദാശിക പ്രസാദവരം? എന്താണ് വരം? എന്താണ് രോഗസൗഖ്യങ്ങൾ പോലത്തെ പ്രത്യേക വരങ്ങൾ? എന്താണ് സ്വാഭാവിക വരങ്ങൾ എന്ന് തുടങ്ങുന്ന വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ സംസാരിക്കും. വരങ്ങളെക്കുറിച്ച് പറയാൻ ഒരു ക്ലാസ് മുഴുവൻ വേണം. അതുകൊണ്ട് അത് മനസ്സിലാകുമ്പോഴാണ് നിങ്ങൾക്ക് പോലും, നമുക്കെപ്പോഴും നിങ്ങൾ സ്വീകരിച്ചിരുന്ന കൂദാശയുടെ വരങ്ങളെക്കുറിച്ച്, വിവാഹം സ്വീകരിച്ചിരുന്നവർ, അവർക്ക് വരങ്ങളുണ്ട്, എന്താണ് ആ വരം എന്ന് മനസ്സിലാക്കണ്ടേ. അതുകൊണ്ട് അത് നമ്മൾ അതിനടുത്ത ദിവസം പറയും. കൃപാവരം, ഈ ആരാധനാക്രമത്തിൽ നിന്നാണ് വരങ്ങൾ പ്രവഹിക്കുന്നത്. കുർബാനയുടെ വരങ്ങൾ, പൗരോഹിത്യത്തിന്റെ വരങ്ങൾ എവിടുന്ന് വരുന്നതാണ്? പൗരോഹിത്യത്തിന്റെ പട്ടക്രമത്തിൽ നിന്ന് വരുന്നതാണ്. വിവാഹത്തിലുള്ള കൃപാവരങ്ങളുണ്ട്, അത് അവിടുന്ന് വരുന്നതാണ്. അപ്പൊ ഈ കൃപാവരത്തെ അറിഞ്ഞാലാണ് നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, കൂദാശകളെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അടുത്ത ക്ലാസ് അതാണ്. അതുകൊണ്ട് ഇത് അടുത്ത ക്ലാസ്സിൽ ഭയങ്കര പ്രധാനപ്പെട്ട ക്ലാസ്സാണ്, നിങ്ങൾ ഓർക്കണം. ഞാൻ സാധാരണ അങ്ങനെ അടുത്ത ക്ലാസ്സിനെ കുറിച്ച് പറയാറില്ല. ഇതൊരു ഭയങ്കര പ്രധാനപ്പെട്ട വിഷയമാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാനുള്ളത് അത് പ്രസാദവരത്തെക്കുറിച്ച്, കൃപാവരത്തെക്കുറിച്ചാണ്. ആരാധനാക്രമത്തിന്റെ ഹൃദയം കൃപാവരമാണ്. പരിശുദ്ധ കുർബാന എന്താണ് തരുന്നത്, അല്ലെ കൂദാശ എന്താണ് തരുന്നത്? അദൃശ്യമായ കൃപാവരമാണ് ദൃശ്യമായി നൽകുന്നത്. അപ്പൊ കൂദാശ എന്തിനുള്ളതാണ്? കൃപാവരം നൽകാനുള്ളതാണ്. അപ്പോൾ ആ കൃപാവരം എന്താണെന്ന് അറിഞ്ഞാലേ കൂദാശ മനസ്സിലാവും, കൂദാശ പറഞ്ഞാലേ ആരാധനക്രമം മനസ്സിലാവും, എങ്കിലേ ബാക്കി പറഞ്ഞെല്ലാം മനസ്സിലാവും. അതുകൊണ്ട് വിൽ ബി സ്പീക്കിംഗ് അബൌട്ട് ദ സാക്രമെന്റൽ ഗ്രേസ് നെക്സ്റ്റ് ക്ലാസ്. ചോദ്യത്തിലേക്ക് ഒരു പൊട്ടച്ചോദ്യമാണ്. അതായത് മാർപ്പാപ്പയാകാൻ അൽമായർക്കും ഒരു അനുവാദം ഉണ്ടല്ലോ, അപ്പൊ പക്ഷെ മെത്രാനാകാനായിട്ട് എന്തുകൊണ്ടാ സമ്മതിക്കാത്ത? രണ്ടാമത്തെ ചോദ്യം നമ്മുടെ ഇപ്പം ഇവിടുത്തെ ഈ എറണാകുളത്തെ കുർബാനയില്, സിനഡിന്റെ അല്ലാത്ത കുർബാനയിൽ നമ്മള് കഴിവതും നമ്മൾ പോകുന്നുണ്ട്, അല്ല സിനഡിന്റെ കുർബാനയിൽ തന്നെ. പക്ഷെ കുഞ്ഞുങ്ങളോടൊക്കെ പറയുമ്പോഴത്തേന് എങ്ങനെയായിരിക്കും നമ്മൾ പറയേണ്ടത്? അതോടെ ഒന്ന് പറഞ്ഞത്. ആദ്യത്തെ കാര്യം പറയാം. മാർപ്പാപ്പയാകാൻ ടെക്നിക്കലി ആർക്കും പറ്റും എന്ന് മാത്രമാണ്. അതിനകത്ത് എന്തൊക്കെ വേണ്ടി വരും? മാർപ്പാപ്പയാക്കണമെങ്കിൽ ഒരാളെ കോൺക്ലേവ് തിരഞ്ഞെടുക്കണം. അത് കർദിനാൾ സംഘമാണ് തിരഞ്ഞെടുക്കുന്നത്. കർദിനാൾ സംഘം സ്വാഭാവികമായും അതിന് ഉചിതനല്ലാത്ത ഒരാളെ ഒരിക്കലും തിരഞ്ഞെടുക്കില്ല. അത് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലത്തെ എല്ലാം, ഇപ്പൊ ഉദാഹരണത്തിന് എന്താ പറയാ, മാർപ്പാപ്പയാണെങ്കിൽ പൗരോഹിത്യം ആവശ്യമുണ്ട്, പൗരോഹിത്യം മാത്രം പോരാ, മേൽപ്പെട്ട സ്ഥാനം ആവശ്യമുണ്ട്, ഇത്രയും ആവശ്യമുണ്ട്. അപ്പം അതതിന്റെ പ്രധാനപ്പെട്ട ഒരു യോഗ്യതയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു യോഗ്യത ഇല്ലാത്ത ഒരാളെ തെരഞ്ഞെടുക്കണമെങ്കിൽ അത് അതുപോലത്തെ ഒരു എക്സെപ്ഷണൽ പേഴ്സൺ ആയിരിക്കും, ഒരു എക്സെപ്ഷണൽ കാര്യമായിരിക്കും. ഇനി അങ്ങനെ എടുത്താൽ പോലും അദ്ദേഹത്തെ ആദ്യം വൈദികനായി അഭിഷേകം ചെയ്യണം. പക്ഷെ വൈദികനായി അഭിഷേകം ചെയ്യണമെങ്കിൽ വേറെ നിയമമുണ്ട്. എന്ത് വേണം? ചുമ്മാ ഒരാളെ വൈദികനാക്കാൻ പറ്റില്ല, ആൾക്ക് പരിശീലനം വേണം. വർഷങ്ങൾ അപ്പോൾ വൈദിക പരിശീലനം സ്വീകരിക്കണം. അതിന്റെ മിനിമം വർഷങ്ങളെങ്കിലും വൈദിക പരിശീലനം സ്വീകരിക്കണം. ഇനി അതിനുശേഷം അദ്ദേഹത്തെ ഒരു വൈദികനെ മെത്രാനാക്കുന്നതിന് തടസ്സമില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ മെത്രാനാക്കിയാൽ പിന്നീട് മാർപ്പാപ്പയാക്കാം. അപ്പൊ പ്രായോഗികമായിട്ട് വർഷങ്ങൾ വീണ്ടും കാത്തിരിക്കേണ്ടിയും വരാം. ഇങ്ങനെ തുടങ്ങുന്ന കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ മറികടന്ന് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ എന്താ പറയാ, ഒരു ലോകം അവസാനിക്കുന്നത് പോലത്തെ ഒരു സാഹചര്യത്തിലെ പ്രാക്ടിക്കലി അതങ്ങനെ വരാൻ സാധ്യതയുള്ളൂ. പക്ഷെ അത് ടെക്നിക്കൽ പോസിബിലിറ്റിയാണ്. ഇനി മെത്രാനാക്കുന്നതും ആ കണക്കിൽ കണക്കാക്കിയാൽ ഏതൊരാളെയും മെത്രാനാക്കാം. പക്ഷെ മെത്രാനാക്കണമെങ്കിൽ എന്ത് വേണം? അദ്ദേഹം വൈദികനായിരിക്കണം. പക്ഷെ വൈദികനാകണമെങ്കിൽ എന്ത് വേണം? അപ്പൊ അതിന്റെ നിയമങ്ങൾ നോക്കണം.
എന്താണ് അതിൻ്റെ നിയമങ്ങൾ? ആൾക്ക് പരിശീലനം വേണം, ദൈവവിളി ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം, ഇങ്ങനെ പറയുന്ന കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ദൈവവിളി എന്തുകൊണ്ട് അയാൾ അതുവരെ സ്വീകരിച്ചില്ല എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു. ഒരാളെ ആക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ ഒരാളെ കണ്ടു, ആൾ നല്ലതാണെന്ന് ചോദിച്ചു, അപ്പം എന്തുകൊണ്ട് ആൾ ആ ദൈവവിളിയോട് റെസ്പോണ്ട് ചെയ്തില്ല? റെസ്പോണ്ട് ചെയ്യാത്തത് തന്നെ ഒരു കുഴപ്പമല്ലേ? ദൈവം വിളിക്കുന്നുവെന്ന് സ്വയം തിരിച്ചറിയാത്ത ഒരാൾ, റെസ്പോണ്ട് ചെയ്യാത്ത ഒരാൾ മെത്രാനാക്കാൻ വേണ്ടി അയാളെ പിടിച്ചുകൊണ്ട് പോയിട്ട്, അപ്പം അതൊരു പ്രശ്നമല്ലേ? ഇനി ആരെങ്കിലും അയാളെ പിടിച്ച് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും വിവാഹം കഴിപ്പിച്ചതാണോ? അങ്ങനെയാണെങ്കിൽ ആ വിവാഹത്തിൽ നിന്ന് ഉള്ള ഒഴിവ്, വിവാഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം പൂർത്തിയാക്കുകയും അങ്ങനെ തുടങ്ങുന്ന ഒത്തിരി കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള അതിന്റെ എക്സെപ്ഷൻ സാധ്യമാണ്. ഇങ്ങനെ ടെക്നിക്കലി സ്പീക്കിംഗ് അതും സാധ്യമാണ്, മെത്രാനും ആക്കാം. പക്ഷെ ഈ പറഞ്ഞ പോലത്തെ കണ്ടീഷൻസ് എല്ലാം വരണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് ഇങ്ങനെ ഇത്തിരി എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതാണ് ആരെ വേണേലും മാർപ്പാപ്പയാക്കാം എന്ന് പറയുന്നത്. ടെക്നിക്കലി സ്പീക്കിംഗ് സാധ്യമാണ്. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇന്ത്യയിൽ ഏത് പൗരനും ഇന്ത്യൻ പ്രസിഡന്റ് ആവാം, പക്ഷേ ടെക്നിക്കലി പോസിബിൾ ആണ്. പക്ഷേ എളുപ്പത്തിൽ അത് നടക്കുമോ എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ബാക്കി നിൽക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തേത് കുർബാനയുടെ കാര്യമാണ്. നമ്മൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കുർബാനയുടെ നിയമങ്ങൾ ഒരു വൈദികൻ ലംഘിച്ചാൽ അതിന്റെ ശിക്ഷ വൈദികനുള്ളതാണ്. കുർബാനയുടെ നിയമങ്ങൾ ഒരു വൈദികൻ ലംഘിച്ചാൽ അതിന്റെ ശിക്ഷ വൈദികനുള്ളതാണ്. ഇനി ആ ശിക്ഷയുടെ പങ്കാളിത്തം ആർക്കാണുള്ളത്? ആ നിയമലംഘനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവർക്ക്, അറിഞ്ഞിട്ട് അതിൽ പങ്കാളിയാവുന്നവർക്ക്. ഞാനും ആ കൂട്ടത്തിൽ ഈ നിയമലംഘനം നടത്താൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുന്ന ഒരാൾക്ക് ആ കുർബാനയെ ആ നിഷേധത്തിന്റെ ശിക്ഷയ്ക്കകത്ത് പങ്കാളിത്തമുണ്ട്. ഹൃദയം കൊണ്ട് അത് ആഗ്രഹിക്കാത്ത ഒരാൾക്കും ആ ശിക്ഷയിൽ പങ്കാളിത്തമില്ല. ഞാൻ അർപ്പിക്കുന്ന കുർബാന, ഞാൻ നിയമം ലംഘിച്ചുകൊണ്ട് കുർബാന അർപ്പിച്ചു എന്ന് സങ്കല്പിക്കും, അതിനെനിക്ക് മാത്രമേ കുറ്റമുള്ളൂ. വന്നു നിൽക്കുന്ന ദൈവജനത്തിന് എന്ത് കുറ്റം? അവരൊന്നും ചെയ്തില്ലല്ലോ. പക്ഷെ അതിനകത്ത് എന്നെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും, അച്ഛാ ഞാനും ഉണ്ട്, ഇത് ഈ വികൃതി നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് വരുന്ന ഒരാൾക്ക് അതിനകത്ത് പങ്കാളിത്തം. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത് കുഞ്ഞുങ്ങളോട് ഈ കാര്യമാണ് പറയേണ്ടത്. ഇത് തെറ്റാണ്, ആ തെറ്റിന് അതിന്റെ ശിക്ഷയുണ്ട്. നമ്മൾ ആ തെറ്റിൽ പങ്കാളിയാകുന്നില്ല, പകരം നമുക്ക് നൽകപ്പെടുന്ന ചാനലാണത്. അപ്പൊ ആ ചാനല് അതിന്റെ കുഴപ്പത്തെ അത് സ്ഥാപിച്ചവൻ നോക്കിക്കോളും. നമ്മൾ അതിലൂടെ വരുന്ന പരിശുദ്ധ കുർബാനയെ മാത്രം സ്വീകരിച്ചാൽ മതി. ഒപ്പം നമ്മൾ അതിൻ്റെ അകത്ത് എററുകളെ പഠിപ്പിക്കുകയും ചെയ്യണം. ഇങ്ങനെയല്ല അത് ശരിക്കും ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ അങ്ങനെ ചെയ്യുന്നു, നമ്മൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം. മനുഷ്യർക്ക് എല്ലാവർക്കും അങ്ങനെ തെറ്റുപറ്റാവില്ല, അവരങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. പിള്ളേർക്ക് അത് ഭയങ്കര കൺഫ്യൂഷൻ ആയത് ഒരു വലിയ പ്രോബ്ലമാണ്. അവർ ചോദിക്കും, ഇതൊക്കെ അറിയാമെങ്കിൽ അപ്പന് പോലും ഇത് അറിയാം, പിന്നെന്താ അച്ഛനെ അറിയാൻ പാടില്ലാത്ത ചോദ്യത്തിന് നമ്മൾ മറുപടി പറയേണ്ടി വരും. ഇങ്ങനെ തുടങ്ങുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് വിഷയമാണത്. പക്ഷെ എന്നാൽ പോലും നമ്മൾ എളിമയോടെ പറഞ്ഞു കൊടുക്കണം. മനുഷ്യന്റെ ദൗർബല്യത്തെക്കുറിച്ച് പറയണം, പതുക്കെ അത് ശരിയാകും എന്ന് പറയണം. അത് തിന്മ, പല സ്ഥലത്തും തെറ്റുകൾ കാണാം. തെറ്റ് കാണുമ്പോഴും അതിനെ പൊളയുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ അപ്പനൊക്കെ ചെയ്യുന്നത് കണ്ടില്ല, തെറ്റാണെന്ന് അറിയാം, പക്ഷെ അവരോട് ബഹുമാനമുണ്ട്, പക്ഷെ ആ തെറ്റിനോട് കൂടെ ചേരുന്നില്ല. അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും. തെറ്റെവിടെയെങ്കിലും കണ്ടെന്ന് വെച്ചാൽ ഉടനെ നമ്മൾ അതിന്റെ പിന്നാലെ പോകണമെന്നും അതിന് പത്ത് പോയി വീഴണമെന്നും നിർബന്ധമില്ലല്ലോ. എന്ന വിധത്തിലൊക്കെ അതിനെ ബോധ്യപ്പെടുത്താൻ പറ്റും. അതിന് കുറച്ച് എളിമയോട് കൂടെ തന്നെ പറയണം. കാരണം നമ്മളൊരു എന്താ പറയാ, ധൈര്യത്തോടെ പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ നടക്കുക എന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. ശരിയുടെ പൂർണ്ണമായിട്ട് ഈ ഒരു വിഷയത്തെ കുറിച്ചല്ല. അച്ഛന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നമ്മളൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരു നല്ല കുടുംബത്തിൽ നിന്ന്, ദൈവാനുഗ്രഹം ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് അയാള് ജനിച്ച സാഹചര്യങ്ങള് അയാളുടെ കൺട്രോളിലല്ലല്ലോ. അപ്പോൾ അതിനകത്ത് ദൈവം ഒരു അൺഫെയർനെസ് അതിനകത്ത് പലപ്പോഴും നമുക്ക് ലോകത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതേ ക്ലാസ് തന്നെ പല ആൾക്കാർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ബോധ്യമില്ല. അപ്പം ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ചീത്ത കൂട്ടുകെട്ടിൽ പെട്ടു, അതിനകത്ത് അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയായിരുന്നു. അപ്പൊ ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഇല്ലാത്ത ഒരു അവസ്ഥ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് പ്രോബ്ലം. അറിയാമോ, നമ്മൾ ഇതിനെ കുറച്ച് എന്താ പറയാ, ഇങ്ങനെ റിജിഡായിട്ട് കണ്ടതുകൊണ്ടാണ്. ദൈവം നോക്കുന്നത് ഒരു കുടുംബത്തെ അല്ല, മനുഷ്യ സമൂഹത്തെയാണ്. വിശ്വാസ കാര്യങ്ങളിൽ കർത്താവ് നോക്കുന്നത് സഭാഗാത്രത്തെയാണ്. അതുകൊണ്ട് തന്നെ സഭാഗാത്രം അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായി. എന്ന് വെച്ചാൽ ഒരിടവകയിലെ അല്ലെങ്കിൽ സഭയിലെ ഏതൊരു കുഞ്ഞും നമ്മുടെ പരിപാലനത്തിനും കൂടെ വിധേയപ്പെട്ട കുഞ്ഞാണ്. ഒരു കൊച്ചിനകത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ദൈവത്തിന്റെ അൺഫെയർനെസ് അല്ല, നമ്മുടെ പങ്കാളിത്തത്തിന്റെ കുറവാണ്. ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യാത്തതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത് സമൂഹത്തിൽ. അതുകൊണ്ട് ദൈവം ഒരിക്കലും എല്ലാവർക്കും താൻ തന്നെ എല്ലാം വിധിച്ചു കൊടുക്കുകയല്ല.
ദൈവം നൽകിയിട്ട് നിങ്ങൾ ഇത് പങ്കിട്ടെടുക്കൂ എന്ന് പറയുന്ന പോലത്തെ ഒരു പിതാവിനെ കുറിച്ചാണ് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാവുന്നത്. പ്രകൃതി നൽകുന്നു, പ്രകൃതിയിൽ മനുഷ്യനെ നൽകുന്നു, മനുഷ്യൻ അത് പങ്കിട്ട് ഒരുമിച്ച് സ്നേഹത്തോടെ പങ്കുവെപ്പോടെ സ്വീകരിക്കൂ എന്നാണല്ലോ ദൈവം പറയുന്നത്. അപ്പൊ ആ പങ്കുവയ്ക്കലിനകത്തുള്ളതാണ് ഇതെല്ലാം. സാഹചര്യങ്ങളും അവസരങ്ങളും പങ്കുവയ്ക്കലിനകത്തുണ്ടാകേണ്ടതാണ്. അപ്പം നല്ല സാഹചര്യം കിട്ടിയ ആളുകൾ നല്ല സാഹചര്യം കിട്ടാത്ത കുഞ്ഞുങ്ങൾക്ക് അത് പങ്കുവയ്ക്കണം. സഭ അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം ഞാനുള്ള ഭവനം, അതെന്തുകൊണ്ടാണ് സഭയിലുള്ളത്? എല്ലാവർക്കും ഇങ്ങനത്തെ അവസരങ്ങൾ, കൂടുതൽ കർത്താവിനെ അറിയാനുള്ള അവസരങ്ങൾ ലഭിക്കാൻ വേണ്ടിയുള്ള അവസരം ഒരുക്കുക. അങ്ങനെ എല്ലാവരും ചെയ്താൽ ഈ പ്രശ്നം മാറത്തില്ലേ? അപ്പൊ ചെയ്യാത്തത് നമ്മളാണ്, ദൈവമല്ല. അപ്പൊ അതുകൊണ്ട് അതിനകത്തൊരു അൺഫെയർനെസ് ഇല്ല. പകരം എന്താ ഉള്ളത്? നമ്മുടെ കുറ്റമാണുള്ളത്, എൻ്റെ കൃത്യവിലോപമാണ് അതിനകത്തുള്ളത്. അത് കളക്റ്റീവ് ആകുമ്പം അത് ഗൗരവമാകുന്നു. കൃത്യവിലോപം ചെയ്യുന്നവർ ഒത്തിരി പേരാകുമ്പം ഒത്തിരി പേര് അതിന്റെ കഷ്ടത അനുഭവിക്കേണ്ടി വരുന്നു. അങ്ങനെയാണ്. അപ്പൊ അതൊരു ചെറിയ കുടുംബത്തിനകത്തേക്ക് നോക്കിക്കേ. ഒരു കുടുംബത്തിനകത്ത് അപ്പൻ ഇങ്ങനെ കള്ളു കുടിച്ച് നടക്കുന്നു, അമ്മ ഇച്ചിരി പണിക്ക് പോകും, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട മകന് മാത്രം തീറ്റ കൊടുക്കും. അങ്ങനത്തെ ഒരു കുടുംബത്തെ കുറിച്ച് ഓർത്തേ. അതിനകത്ത് നമ്മൾ ആരെ കുറ്റം പറയും? ആ കുടുംബം നോക്കേണ്ടതാണെന്നല്ലേ പറയുള്ളൂ. എന്ന പോലെ ഇച്ചിരി വലിയ കുടുംബമായിട്ട് സഭയെ മനസ്സിലാക്കി. അപ്പം സഭാഗാത്രം മുഴുവനാണ് നോക്കേണ്ടത്. ഇനി ബാഹ്യമായ കാര്യങ്ങൾക്കകത്താണെങ്കിലോ ലോകം മുഴുവനുമാണ്, ഒരു മനുഷ്യരാശിയാണ്, ഹ്യൂമൻ കൈൻഡ്, ഹ്യൂമൻ കിങ്ഡം, മനുഷ്യവംശമാണ്. ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെയാണ്. അതുകൊണ്ടാണ് ദൈവം ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. ആദവും ഹവ്വായുമായി അവരെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു എന്ന് പറയാം. അപ്പൊ ദൈവത്തെ സംബന്ധിച്ച് മനുഷ്യനാണ് വിലയുള്ളത്. ആ മനുഷ്യരാണ് പരസ്പരം ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് കർത്താവ് പറയുകയും എന്നിട്ട് അതിനുള്ള സ്വാതന്ത്ര്യം അവന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ദുർവിനിയോഗം ചെയ്യുന്നതുകൊണ്ടുണ്ടായ കുഴപ്പമാണ്. അപ്പൊ ഒരിക്കലും നമുക്ക് ഒരു അൺഫെയർനെസ് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. പകരം പറയാൻ പറ്റുന്നത് നമ്മൾ വരുത്തി വെച്ച ഒരു ഇംബാലൻസ് ഉണ്ട് എന്നാണ്. അതിന് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിരന്തരം പഠിപ്പിക്കേണ്ടത്, ഷെയർ ചെയ്യേണ്ടത്. ഇങ്ങേയറ്റം പള്ളിയിൽ ഒരച്ഛൻ പിരിവിനെക്കുറിച്ച് വിഷമിച്ച് സംസാരിക്കേണ്ടി വരുന്നത് പോലും ആ കാരണത്താലാണ്. പള്ളിയിൽ ഞാൻ പിരിവിനെ കുറിച്ച് പറഞ്ഞെന്ന് പറയേണ്ടി വരുന്നത്. എന്താണ് സത്യത്തിൽ ചെയ്യുന്നത്? ഞാൻ ഇന്നാളെ കഴിഞ്ഞിടയ്ക്കൊരു ഒരാൾ എന്നോട് പറഞ്ഞു, ഏതൊരു കുർബാനയ്ക്കിടയ്ക്കാണോ പിരിവിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അതൊക്കെ കുർബാന കഴിഞ്ഞിട്ടും എല്ലാം പറഞ്ഞു, അല്ല പുറത്ത് നോട്ടീസ് ഇടണം, അവിടെ ചെന്നിട്ടാണ് അത് പിടിക്കുന്നത്. അല്ലാണ്ട് കുർബാന ഇടയ്ക്ക് പിരിവ് പൈസയുടെ കാര്യമൊക്കെയാണ് ഇതിനിടയ്ക്ക് പറയണേ എന്നൊക്കെ. അപ്പം ഈ പിരിവെടുക്കുക, പള്ളിയിൽ പിരിവെടുക്കുന്നു എന്നൊക്കെ പറയുന്നത് പലർക്കും ഭയങ്കര അസ്വസ്ഥതയാണ്. ഞാൻ പുള്ളിയോട് ചോദിച്ചു, നമുക്ക് എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചു. പുള്ളി എനിക്ക് 2 പിള്ളേരുണ്ട് അച്ഛാ എന്ന് പറഞ്ഞു. ഓക്കെ, ചേട്ടന് ഇപ്പം ഞാൻ ഒരു നല്ലൊരു ഇങ്ങനെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഇവിടെ നാട്ടിലില്ലാത്ത ഒരു ലഡു തന്നു വിടുകയെന്ന് വിചാരിച്ചു. വീട്ടിൽ ചെല്ലുമ്പോൾ പിള്ളേർ 2 നോക്കിയിരിക്കുന്നുണ്ട്. ചേട്ടൻ ഇതുമായിട്ട് വീട്ടിലോട്ട് ചെല്ലുവാണ്. അപ്പം മൂത്തവൻ്റെ കൈ കൊടുത്തു. കിട്ടിയ പാടെ ഇവൻ ചാടി ഹായ് എന്നും പറഞ്ഞിട്ട് അവിടെ പോയി തിന്നാൻ തുടങ്ങുവാണ്. ചേട്ടൻ എന്ത് ചെയ്യും? ഞാൻ അവന് പകുതി മുറിച്ച് ഇവന് കൊടുക്കാൻ പറയും. അപ്പൊ അവൻ പറയും, എനിക്ക് പറ്റത്തില്ല, ഞാൻ കൊടുക്കത്തില്ല, ഇന്നാള് കിട്ടിയപ്പോൾ അവൻ തന്നെ തിന്നു, അവൻ ഇത്തവണ ഞാൻ തന്നെ തിന്നും എന്ന് പറയുകയാണെങ്കിൽ ചേട്ടൻ എന്ത് ചെയ്യും? ഞാൻ ഒരു വടി എടുത്തിട്ട് മുറിക്കടാ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം എന്ന് ചേട്ടൻ പറയും. ഞാൻ പറഞ്ഞ അത്രേ അച്ഛൻ പറയുന്നില്ലല്ലോ, അല്ലേ? അതല്ലേ അച്ഛൻ പറയേണ്ടത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് അപ്പന്റെ സ്ഥാനത്ത് നിന്ന് അച്ഛൻ പറയേണ്ട എന്താ? നിനക്ക് ഇത്രയില്ലേ, കുറച്ച് മുറിക്കങ്ങട് എന്നിട്ട് കൊടുക്ക്. പറ്റത്തില്ല, എനിക്ക് തന്നെ തിന്നണം എന്ന് പറഞ്ഞിട്ട് കൊച്ചായതുകൊണ്ട് അപ്പനെ തല്ലാൻ വരുന്നില്ല, ചേട്ടച്ചോട് വലുതായതുകൊണ്ട് അച്ഛനെ ആക്രമിക്കാൻ വരുന്നു. ഇത്തരം വ്യത്യാസമേ ഉള്ളൂ എന്നൊക്കെ ഞാൻ ആ ചേട്ടനോട് ഇങ്ങനെ കുറച്ച് തമാശയൊക്കെ ആയിട്ട് പറഞ്ഞു. ശരിക്കും ആലോചിച്ച് നോക്കിയേ, ഒരപ്പൻ പഠിപ്പിക്കേണ്ടതാണ്, ശീലിപ്പിക്കേണ്ടതാണ്, പങ്കുവെക്കൂ എന്ന് പറയേണ്ടതാണ്. ഇത് പറയുന്നത് കേൾക്കാൻ ഒരു കൊച്ചിന് ഇഷ്ടമില്ല. അവനാ ലഡു തന്നെ തിന്നാനാണ് ഇഷ്ടം, അതാർക്കും ഇഷ്ടമില്ല. ഈ കൊച്ചിന്റെ ഒരു വളർന്ന രൂപമാണ് പിരിവിനെ കുറ്റം പറയുന്ന നമ്മുടെ ക്രിസ്ത്യാനി ചേട്ടന്മാര്. ഇത്രയേ ഉള്ളൂ അത്. അപ്പം നമ്മളത് ഓർക്കണം. പങ്കുവെക്കാൻ പറഞ്ഞ കർത്താവ് ഈ തന്നെ പങ്കുവെച്ച് കൊടുത്തിട്ട് നിങ്ങളും ഇതുപോലെ മുറിക്കപ്പെടൂ എന്ന് പറഞ്ഞ കർത്താവിന്റെ ബലിയുടെ എക്സ്റ്റൻഷൻ ആണ് അച്ഛൻ പറയുന്നത്. നമ്മുടെ ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി നമ്മൾ കുറച്ച് പങ്കുവെക്കണം എന്ന് പറയുന്നത്. അപ്പം ഈശോയുടെ ശരീരം പങ്കുവെക്കാം, പക്ഷെ ഇത് ഞാൻ പങ്കുവെക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നതിനെ കുറിച്ചാണ് പൗലോസ്ലീഹ ശാദിക്കുന്നത്. തിന്നാനും കുടിയാൻ നിനക്ക് വീടുകളിലെ കർത്താവിന്റെ സഭയെ അവഹേളിക്കാണ്ട് ഇങ്ങോട്ട് വന്നേക്കുവാണോ? ഓരോരുത്തരും അവനവന്റെ കാര്യം നോക്കിയാണ് എന്തിനാണ് സഭയാകുന്നത്? മുറിക്കപ്പെടുന്നു. ആ തിരിച്ചറിവില്ലാതെ നീ അപ്പം സ്വീകരിച്ചിട്ട് പോകുന്നു. ഇതാണ് ഇതിന്റെ പ്രശ്നം. അതുകൊണ്ട് ഈ പറഞ്ഞു വന്ന കാര്യം നമ്മൾ പങ്കുവെക്കാത്തതുകൊണ്ടാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പൊ പങ്കുവെപ്പിക്കേണ്ട ആളുകളുണ്ട്, അത് തിരിച്ചറിയുന്നവർക്ക് എല്ലാവർക്കും കടമയുണ്ട്. സഭയുടെ എന്താ പറയുക, ആത്മായ നേതൃത്വത്തിന് കടമയുണ്ട്, വൈദികർക്ക് ഗൗരവമായ കടമയുണ്ട്. അവരെന്നെ അപമാനം സഹിച്ചാലും കഴുത്തിന് പിടിച്ച് പങ്കുവെപ്പിക്കണം. പകുതി മുറിക്കുന്ന പോയിട്ട് 0.1 എടുക്കുന്ന കാര്യം പറയുമ്പോഴാണ് ഈ അറ്റാക്ക് എല്ലാം ഉണ്ടാകുന്നത്. അത് പലപ്പോഴും നമ്മുടെ ഒരു വലിയ ശരിക്കും ഇതിന്റെ പ്രോബ്ലം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ശരിക്കും ക്രിസ്ത്യാനിറ്റി എന്താണെന്ന്, ഈ വിശുദ്ധ കുർബാന എന്താണെന്ന്, അതിന്റെ മുറിക്കൽ എന്താണെന്ന്
ബോധ്യപ്പെടുത്താത്തതുകൊണ്ടാണ്, അത് മനസ്സിലാവാത്തതുകൊണ്ടാണ് മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് ഇച്ചിരി പങ്കുവയ്ക്കാൻ പറയുമ്പോൾ ഇത് മനസ്സിലായ ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, അവർ കൈയഞ്ഞെല്ലാം കൊടുത്തോണ്ടിരിക്കും, അല്ലാത്ത ആളുകൾ എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും എന്നതാണ്. അപ്പൊ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം, ഇതിനകത്തൊരു അൺഫെയർനെസ് ഇല്ല. നമ്മളുണ്ടാക്കിയ ഒരു 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 സഹോദരങ്ങൾ തമ്മിൽ പങ്കുവയ്ക്കൽ നമ്മൾ നടത്താത്തതുകൊണ്ടല്ല ഉള്ള പ്രശ്നം മാത്രമാണ്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഒരു കല്യാണത്തിന്റെ കോണ്ടെക്സ്റ്റ് വരുന്നു, അവിടെ പരിഗണിക്കേണ്ട എന്താണ്? അതിന്റെ മാച്ചിങ് ആണ്. കാരണം അല്ലെങ്കിൽ ഇത് തകരും. അപ്പൊ അതുകൊണ്ട് വളർന്നു വന്ന ഏറ്റവും പരിശോധിക്കേണ്ട കാര്യം സമ്പത്തൊന്നുമല്ല. ആദ്യം പരിശോധിക്കേണ്ടത് വിശ്വാസ സമാനതയാണ്. രണ്ടാമതാണ് കുടുംബ പശ്ചാത്തലം. ഇപ്പൊ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലം നല്ല ആധ്യാത്മിക ജീവിതമൊക്കെയുള്ള അങ്ങനത്തെ പശ്ചാത്തലമാണ്. അങ്ങനത്തെ ഒരു പെൺകുട്ടി പള്ളിയിലും പോകാത്ത കള്ളും കുടിച്ച് നടക്കുന്ന ഒരു വീട്ടിലേക്ക് ചെന്നാൽ അവർക്ക് അതവിടെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പൊ അത് നോക്കേണ്ടി വരും. അതൊക്കെ മാനുഷികമായി പരിഗണിക്കപ്പെടേണ്ട കാര്യങ്ങളൊക്കെ. അപ്പം അതിന് ഇതുമായിട്ട് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഒരേ അച്ചിലെ പോലെ ആയിരിക്കണം. അതല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ മാച്ച് ചെയ്യുന്നത് നോക്കുന്നതിനകത്ത് അതിനകത്ത് കുറ്റോട്ടില്ലതാണ്. ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാന് കഴിഞ്ഞത് 110ാമത്തെ ക്ലാസ്സാന്ന് തോന്നുന്നു അച്ഛൻ ചോദ്യോത്തര വേളയിൽ പറഞ്ഞ ഒരു പൂർണ്ണദണ്ഡ വിമോചനത്തെ കുറിച്ചിട്ടുള്ള ഒരു സംശയമാണ്. അച്ഛൻ പറഞ്ഞില്ലേ, പൂർണ്ണദണ്ഡ വിമോചനം നമ്മൾ സ്വീകരിച്ചാല് നമുക്ക് അപ്പൊ തന്നെ സ്വർഗപ്രാപ്തി ലഭിക്കുമെന്ന്. അപ്പൊ ഈ പൂർണ്ണദണ്ഡ വിമോചനം എന്ന് പറഞ്ഞാല് നമ്മൾ ജീവിതകാലത്ത് ചെയ്ത ഒരു പാപത്തിന്റെ കടങ്ങള് മോചിച്ചു കിട്ടുന്നതല്ലേ? അപ്പൊ നമ്മള് അല്ല ചിലർ അങ്ങനെ പറയാറുണ്ട്. ഒരു പാപമായി മോചിക്കുന്നു എന്നല്ല, പകരം ആ നിമിഷം വരെയുള്ള ആ ആളുടെ എല്ലാ മോചിക്കപ്പെട്ട പാപങ്ങളുടെയും താൽക്കാലിക ശിക്ഷ മോചിക്കലാണ്. പാപം മോചിക്കില്ല. ദണ്ഡവിമോചനത്തിൽ പാപം മോചിക്കില്ല. പാപമോചനത്തിന് കുമ്പസാരം വേണം. മറുവശത്ത് കുമ്പസാരം കഴിഞ്ഞ ഒരാൾ പൂർണ്ണദണ്ഡ വിമോചനം പ്രാപിക്കുമ്പോൾ ആ ആൾ അതുവരെ ആ അവസ്ഥയിൽ ആ മനുഷ്യൻ ആ ദണ്ഡവിമോചനം സ്വീകരിക്കുമ്പം ആൾ പൂർണ്ണമായും ശിക്ഷാവിമുക്തനാണ്. അതുകൊണ്ടാണ് പൂർണ്ണദണ്ഡം. ഒരു ചോദ്യം കൂടെ ഉണ്ട്. നമ്മൾ ഈ അപ്പസ്തോല പ്രവർത്തനമൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെട്ടവയിൽ നിന്ന് അകന്ന് നിൽക്കുക എന്ന് പറയുന്നത്, അത് കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെട്ടവ എന്നത് എന്താന്ന്? അതായത് അവരുടെ ലോക്കൽ ആയിട്ടുള്ള എന്തോ ഒരു എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് വിഗ്രഹാരാധന റിലേറ്റഡ് ആയിട്ടുള്ള അവർ പ്രത്യേക വിധത്തിൽ അങ്ങനെ ബലിയർപ്പിച്ച ഭക്ഷണം, അതായത് അവരുടെ ആരാധനയ്ക്കകത്ത് പങ്കുചേരുന്നതിനെ കുറിച്ച് പറയുന്ന ഒരു പരാമർശമാണ്. അല്ലാണ്ട് ഒരു സാധനം കഴുത്ത് ഞെരിഞ്ഞ് കൊല്ലപ്പെട്ടു എന്നതുകൊണ്ട് അതിനെ ഭക്ഷിക്കരുതെന്നല്ല അതിന്റെ അർത്ഥം. കഴുത്ത് ഞെരിച്ച് കൊല്ലുക എന്ന് പറയുന്ന ഒരു വിഗ്രഹ അർപ്പിത ബലിയുടെ ഭക്ഷണത്തെക്കുറിച്ച് അതിൽ പങ്കുചേരുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് അവരോട് എഴുതി ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെയാണ്. ഇപ്പം പൗലോസ്ലിഹയുടെ സഭകൾ പലത്, ഇപ്പോൾ തന്നെ കൊറിന്തോസിലെ സഭ വിഗ്രഹാരാധനയുടെ നടുക്ക് ജീവിച്ചൊരു സഭയാണ്. ഒരു പോർട്ട് സിറ്റിയാണ് കൊറിന്ത്. അക്രോകൊറിന്താണ് പുരാതന കൊറിന്ത്. ആ കൊറിന്തോസിന്റെ പ്രത്യേകത, അത് അപ്പോളോ ദേവി അല്ലെ, ദേവിയുടെ അമ്പലവും അതിന് ചുറ്റും അത് നടുക്ക് നിൽക്കുന്ന ഒരു കോളനിയാണ്. അതിനകത്ത് മുഴുവൻ പൊത്തുപൊത്തു പോലെ ഇറച്ചിക്കടകളാണ്. അപ്പൊ അപ്പോളോ ദേവിക്ക് അർപ്പിച്ച ഭക്ഷണമേ താഴ്ത്തു കൊണ്ടുവന്ന് ഈ കടകളിൽ വിൽക്കുള്ളൂ. അപ്പൊ അത് ഞങ്ങൾക്ക് കഴിക്കാവോ എന്നൊക്കെയാണ് അവരെഴുതി ചോദിക്കുന്നത്. ഇതിന് സമാനമായ മറ്റെന്തോ ഒരു കൾട്ടിക്ക്, ഒരു വിഗ്രഹാരാധന ഉൾച്ചേർന്ന ഏതോ തിന്മ നിറഞ്ഞ ഒരു പ്രത്യേകതരം ബലിയെ കുറിച്ചാണ് ഈ കഴുത്ത് ഞെരിച്ചു കൊല്ലലെന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് കഴുത്ത് പിരിഞ്ഞുപോയി ചാവുന്ന ഒരു ജീവിയെ കുറിച്ചല്ല പറയുന്നത്. അതുകൊണ്ട് അതിന് നമ്മൾ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഒരു ജീവിയെ കഴുത്ത് ഞെരിച്ചാൽ ഒന്നെങ്കിൽ തിന്നരുതെന്നുള്ള അർത്ഥം അതിനില്ല. അച്ഛാ, ഈ 112ാമത്തെ ക്ലാസ്സും ഈ ക്ലാസ്സും എനിക്ക് വളരെയധികം ബോധ്യങ്ങൾ ലഭിച്ച ക്ലാസ് ആയിരുന്നു അച്ഛാ. കാരണം ഇപ്പൊ ഞങ്ങളുടെ മിഷൻ പ്രദേശമായ മിഷൻ രൂപതകളിൽ നടന്ന ഒരു കാര്യം ഞങ്ങൾ അറിയാതെ ചെയ്തതാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ക്ലാസ് അക്ഷരം പ്രതി ഇപ്പൊ എനിക്ക് നല്ല ബോധ്യം കിട്ടി അച്ഛാ. കാരണം എന്താണെന്നറിയാം, ഒരു കുടുംബത്തെ ഞങ്ങൾ സന്ദർശിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു സഭാധ്യക്ഷയിൽ നിന്നും ഞങ്ങൾക്ക് ഒരു ഇത് കിട്ടിയായിരുന്നു. ഞങ്ങളുടെ ഇവാഞ്ചലൈസേഷൻ ടീമിന്റെ ആ വീട്ടിൽ പോവുകയും അവരോട് വിശ്വാസത്തെ പറ്റി പറയുകയും അവര് 2 വർഷം എടുത്ത് അതിപ്പോ ഞാൻ അയക്കപ്പെടുന്നു, പ്രഘോഷിക്കുന്നു, വിശ്വസിക്കുന്നു, കൂദാശകളിലേക്ക് നയിക്കുന്നു. ഇത് സത്യമാണ് അച്ഛാ. ആ കുടുംബത്തെ മുഴുവനും 2.5 വർഷം എടുത്തു ഞങ്ങൾ അത് ചെയ്യാനായിട്ട്. ഒരു വിശ്വാസത്തിന് നമ്മുടെ സത്യവിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ പോയി പ്രഘോഷിച്ചു, വിശ്വസിച്ചു. ആ കുടുംബം മുഴുവനും കൂദാശകൾ കൊടുത്തു. ഞങ്ങള് മാമോദിസ കൊടുത്തു, കുമ്പസാരം കൊടുത്തു, വിശുദ്ധ കുർബാനയ്ക്ക് കൊടുത്തു, ഹസ്ബൻഡിനെയും വൈഫിനെയും ഒരുക്കി വിവാഹ ജീവിതത്തിലേക്ക്
വിവാഹം എന്ന കൂതാശിക്കൽ ഇത് സത്യം അച്ഛാ. ഈ അച്ഛന്റെ ഈ ക്ലാസ് എനിക്ക് വളരെയധികം എന്നെ ബോധ്യങ്ങൾ കിട്ടിയ ഒരു ക്ലാസ് ആയിരുന്നു. 2.5 വർഷം എടുത്ത് ഞങ്ങളത് ചെയ്യാനായിട്ട്. അത് അയക്കപ്പെടുന്നു, പ്രഘോഷിക്കുന്നു, വിശ്വസിക്കുന്നു, കൂദാശയിലേക്ക് നയിക്കുന്നു, അല്ലെങ്കിൽ ആരാധനയിലേക്ക് കടന്നു വരുന്നു. ഇത് ഞങ്ങൾക്ക് ഈ മിഷൻ പ്രദേശം രാമനാഥപുരം രൂപതയാണ് എന്റെ രൂപത. അപ്പൊ എനിക്കിത് ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ ഇത്രയും നാളും വിചാരിച്ചുകൊണ്ടിരുന്ന ഏതോ നമ്മൾ ചെയ്തു പറഞ്ഞു അനുസരിച്ചൊന്നും അതല്ല. ദൈവം ആദ്യം തന്നെ നമ്മൾക്കൂടെ ആ പരിശുദ്ധാത്മാവിന്റെ നയിക്കലുണ്ടായിരുന്നു നമ്മൾക്ക്. അതുകൊണ്ടാണ് അച്ഛാ ഇത് ചെയ്യാൻ സാധിച്ചത്. അതെനിക്ക് നല്ല ബോധ്യങ്ങൾ കിട്ടി. അത് ഞാനിപ്പോ പറയാ ചെയ്തത് അച്ഛാ. വിശ്വസിക്കട്ടെ അച്ഛാ. അച്ഛാ, പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നതാണെന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് സഭ പറയുന്നത് ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നമ്മൾ സ്വീകരിക്കുന്നതിലൂടെയാണ് ഇതിലേക്ക് കൂടുതൽ ആവുക എന്നും നിത്യജീവനിലേക്ക് പ്രാപിക്കുക എന്നും പറയുന്നത്? അതൊന്ന് വിശദീകരിക്കാതെ എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മൾ ത്രിത്വൈക ദൈവമായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ വീണ്ടും എന്തിനാണ് ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ എങ്ങനെയാണ് കൂടുതൽ ഇതിലേക്ക് എത്തുക എന്ന് അതൊന്നു? അതായത് ഇത് നമ്മളിപ്പോ ഈ ചോദ്യം ഇതിനകത്ത് സ്പ്ലിറ്റ് ചെയ്തതാണ്. ഇത് ഈ തൈലാഭിഷേകം അഥവാ തൈലലേപനം, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന തൈലാഭിഷേകം, പരിശുദ്ധ കുർബാന. അപ്പൊ ഇതിനകത്തും പരിശുദ്ധാത്മാവ് തന്നെ ഉണ്ട്, ഇതിനകത്തും പരിശുദ്ധാത്മാവുണ്ട്. അപ്പൊ ഇതുണ്ടെങ്കിൽ പോലെ അതുപോലെ എന്നുള്ളതായിരിക്കും ഇതിനകത്ത് ചോദിച്ചു വന്ന ചോദ്യം അല്ലെ? അതായത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, കൂദാശകൾ ഒരു ടോട്ടാലിറ്റിയാണ്. മിശിഹായുടെ രക്ഷാദൗത്യം നമുക്ക് തന്ന ദാനം, രക്ഷണീയ കർമ്മത്തിന്റെ ഫലങ്ങൾ നമുക്ക് തരുന്ന ഒരു ടോട്ടാലിറ്റിയാണ്. അപ്പൊ നമ്മൾ അതിനെ മുറിച്ചാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ പോലും അതിന്റെ ടോട്ടാലിറ്റിയിലാണ് അത് പൂർണ്ണമാകുന്നത്. ഇനി ഓരോന്നും ഓരോ പ്രത്യേക കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. ഞാൻ അടുത്ത ദിവസം പറയാൻ പോകുന്നത് ഈ കൃപാവരത്തെ കുറിച്ച്. അന്നേരം അത് മനസ്സിലാവും. എന്തുകൊണ്ട് മനസ്സിലാവും നല്ല അറിയായിരിക്കും. ഞാൻ അടുത്ത പ്രാവശ്യം അത് കൂടുതൽ പറയാൻ പോകുന്ന വിഷയമാണെന്ന് പറഞ്ഞാണ്. അതായത് ഇപ്പം മാമോദിസയിലും കൃപാവരമുണ്ട്, എന്താ പറയാ, വിവാഹത്തിലും പ്രസാദമാണ് കിട്ടുന്നത്. രോഗിലേപനം എന്ന് നാട്ടുകാർ അന്ത്യകൂദാശ എന്ന് വിളിക്കുന്ന രോഗിലേപനത്തിലും പ്രസാദപരമാണ് കിട്ടുന്നത്. കാരണം കൂദാശ അദൃശ്യമായ പ്രസാദപരം ദൃശ്യമായി നൽകുന്ന സ്ഥലമാണ്. അങ്ങനെയാണ് പിന്നെ ഈ പെണ്ണും ചെറുക്കനോട് കൂടിപ്പെട്ട് അന്ത്യകൂദാശ സ്വീകരിച്ചാൽ പോരെ എന്നൊരാൾ ചോദിച്ചാൽ മറുപടി. അതിന്റെ മറുപടി മനസ്സിലാകണമെങ്കിൽ കൂദാശകൾക്കകത്തുള്ള പ്രസാദപരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിരിക്കുന്ന അവസ്ഥ. ഇതിനെക്കുറിച്ച് ഞാൻ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ വിശദീകരിക്കും. അപ്പൊ അന്നേരം കുറച്ചത് മനസ്സിലാവും. ഇനി ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ, അത് റൂഹായാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഈശോ പ്രവർത്തിക്കുന്നതാണ്. ഇപ്പൊ ബലിയിൽ ഈശോ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് റൂഹ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇത് ത്രിത്വത്തിന്റെ കമ്മ്യൂണിയനിലുള്ള പ്രവൃത്തിയാണ്, ത്രിത്വത്തിന്റെ കൂട്ടായ്മയുടെ പ്രവൃത്തിയാണ്. പിതാവ് എന്നെ അയച്ചു, ഞാൻ റൂഹായെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഇത് മൂന്നും ഇനി അങ്ങനെയാണെങ്കിൽ പോലും ഈശോ ഓരോ കാര്യം ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവിലാണ് ചെയ്യുന്നതെന്ന് ഈശോ പറഞ്ഞുകൊണ്ടേയിരുന്നു. പിശാചുക്കളെ ബഹിഷ്കരിച്ചപ്പം അവർ ചോദിച്ചു, നീ ബെൽസബൂലിനെ കൊണ്ടാണ് പിശാചിനെ പുറത്താക്കുക. അവരുടെ കർത്താവ് പറഞ്ഞ കാര്യം എന്താണ്? ഞാൻ ബെൽസബൂലിനെ കൊണ്ടാണെങ്കിൽ നിങ്ങൾ ആരെ കൊണ്ടാണ് ചെയ്യുന്നത്? എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇനി ഞാൻ ദൈവത്തിന്റെ കരം കൊണ്ടാണ് പിശാചിനെ ബഹിഷ്കരിച്ചതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. ദൈവത്തിന്റെ കരം, ഈ കരം എന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണെന്ന് CCCയിൽ പഠിക്കും. പരിശുദ്ധാത്മാവിന് പ്രതീകം. അപ്പം കർത്താവ് പറഞ്ഞതാണ്, ഞാൻ അശുദ്ധാത്മാവിനെ ബഹിഷ്കരിച്ചത് പരിശുദ്ധാത്മാവിനെ കൊണ്ടാണെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയ്ക്ക് വന്നു എന്നാണ്. അപ്പൊ ഈശോയാണ് ചെയ്യുന്നത്, പക്ഷെ അതിനെ എഫക്ച്വേറ്റ് ചെയ്യുന്നത് പരിശുദ്ധ റൂഹായാണ്. ഇത് അവരുടെ ത്രിത്വത്തിനകത്തുള്ള ഒരു ഇൻവിസിബിൾ കോംപ്ലിക്കേറ്റഡ് കൂട്ടായ്മയാണ്. നമുക്ക് സിമ്പിളായിട്ട് പറയാവുന്നത് ഇവർ ഒരുമിച്ച് ചെയ്യുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ പിതാവ് പറയുന്ന അല്ലാതെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല, എന്റെ പ്രവൃത്തികൾ കണ്ട് പിതാവാണ് ഇത് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുവാൻ എന്നൊക്കെ പറയുന്നതിനകത്തുള്ളത് ഈ കൂട്ടായ്മയുടെ വിഷയമാണ്. അപ്പൊ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമുക്കൊരു അക്കാഡമിക് പർപ്പസിനൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം എന്ന് മാത്രമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. കർത്താവായ മിശിഹായെ, അങ്ങയെ കൂടുതൽ ആഴത്തിൽ അറിയാനും അങ്ങ് യഥാർത്ഥത്തിൽ എന്താണ് സ്ഥാപിച്ചിരിക്കുന്നത്, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്നറിയാനും അതതിൻ്റെ ശരിയായ വിധത്തിലും വഴിയിലൂടെയും സ്വീകരിക്കാനും പങ്കുവയ്ക്കാനും പൂർത്തീകരിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവാരാധന ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ കൾമിനേഷനാണ്, ഉറവിടമാണ്. ദൈവാരാധനയിലേക്ക് നയിക്കപ്പെടേണ്ട വിധത്തെക്കുറിച്ച് ഞങ്ങൾ ഇന്ന് കേട്ടു. പരിശുദ്ധ സഭയുടെ പ്രാരംഭ ദൗത്യത്തെക്കുറിച്ച് കേട്ടു. അത് പൂർത്തീകരിക്കപ്പെടുന്ന ദൈവാരാധനയെക്കുറിച്ച് കേട്ടു. കർത്താവെ, ഞങ്ങൾ കേൾക്കുന്നവ ഞങ്ങൾ ജീവിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ.
പരിശുദ്ധ സുവിശേഷം ഞങ്ങളോട് പറയുന്നത് പോലെ സുവിശേഷം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അവ ജീവിക്കുന്നവരാകാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ കർത്താവേ എന്ന് നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ അനുഷ്ഠിക്കുക കൂടി ചെയ്യും. കർത്താവെ, ഞങ്ങൾ പഠിക്കുന്നവ അനുഷ്ഠിക്കുന്നവരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവ് നമ്മെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.